ഗുരുവായൂരപ്പ. ഇന്നലെ ഭഗവാന്റെ വിവാഹത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഇന്ന് രാവിലെ ഉണ്ണി ഉണ്ടായതും ശമ്പരൻ കൊണ്ടുപോയതും ആയിട്ടുള്ള കഥകൾ വായിച്ചു. കാമദേവന് തൻ്റെ ശരീരം കിട്ടിയതും കാമദേവൻ്റെ പത്നിയായിട്ടുള്ള രതിക്ക് ഭർത്താവിനെ കിട്ടിയതുമായിട്ടുള്ള രംഗത്തെ വിസ്തരിച്ചു. അതിനുശേഷം മറ്റ് വിവാഹങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. രുക്മിണി കൃഷ്ണ, അത് ലക്ഷ്മിയും വിഷ്ണുവും തന്നെയാണ്. അതേപോലെ രുക്മിണി എന്നത് ലക്ഷ്മി എന്നത് വസ്തു ആയിട്ടാണ് കണക്കാക്കുക. ജാമ്പവതി, അത് ജാമ്പവാൻ്റെ പുത്രിയായിട്ട് ശൈവാംശമായിട്ട് നമ്മുടേതായിട്ടുള്ള ഭാവം സ്വഭാവം ആയിട്ടാണ് ജാമ്പവതി വരിക. പിന്നെ സത്യഭാമ, അത് ഭൂമിയാണ് സത്രാജിത്തിൻ്റെ മകളായിട്ട്. അതേപോലെ ദേഹം പ്രാപഞ്ചികമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന, നമ്മുടെ ദേഹവും മനസ്സും കൂടി ചേർന്നതാണ് ദേഹം. ദേഹവും മനസ്സും കൂടി ചേർന്നത് എന്ന് പറയുമ്പോൾ സ്വതേ മനസ്സും ജീവനും കൂടിയിട്ടാണ് സദാസമയത്തും ബന്ധമുള്ളത്. പക്ഷേ ദേഹത്തോട് കൂടിയിരിക്കുമ്പോൾ മനസ്സ്, ദേഹവും പ്രാണനും കൂടി ചേർന്നിരിക്കുന്ന അതിലേക്കാണ് മനസ്സ് ചേരുക. അപ്പോൾ ജീവനെ നമുക്ക് അറിയാത്ത രീതിയിൽ മായ പാലിച്ചത് കൊണ്ട് മനസ്സും ദേഹവും എന്ന രീതിയിലാണ്. അതാണ് പ്രാപഞ്ചികം എന്നുള്ള നിലയ്ക്ക്. അതാണ് സത്യഭാമ. കാളിന്തി എന്നത് വിരജാ നദിയാണ്, സൂര്യപുത്രിയായിട്ട് വന്നു. അത് നമ്മുടെ ശുദ്ധിയെ കാണിക്കണം. ഇവിടെ വന്നതിൻ്റെ ശേഷമാണ് നമ്മൾ അശുദ്ധാവുന്നത്. നമ്മൾ ശുദ്ധമായിട്ടാണ് വരിക. ഇവിടെ വന്നിട്ട് നമ്മൾ അശുദ്ധമാവുകയാണ്. പക്ഷേ ഇവിടെ നിന്ന് തന്നെ നമുക്ക് ശുദ്ധാവാനും പറ്റും. ഇനി അടുത്തത് മിത്രവിന്ദ. അത് ഗംഗയാണ് മിത്രവിന്ദയായിട്ട് വന്നത്. ഈ മോക്ഷത്തിനുള്ള ഉപാധിയായിട്ട് ഗംഗയെ സ്മരിക്കുന്നു. മിത്രവിന്ദ എന്നുള്ളതും ആ ഒരു ഭാവത്തിലാണ്. അത് മാളവ്യദേശത്തിലെ വസുദേവൻ്റെ സഹോദരിയായിട്ടുള്ള ഈ അവന്തി രാജധാനിയിലെ രാജാധിദേവി എന്ന പേരിൽ അച്ഛമ്മളുടെ മകളായിട്ടുള്ള ആ കുട്ടിയാണ് രുക്മിണി വിവാഹം പോലെ രാക്ഷസ വിധി പ്രകാരം വിവാഹം കഴിച്ചു കൊണ്ടുവന്നത് എന്നാണ്. സത്യ, അത് തുളസി എന്നും പറയാറുണ്ട്, സ്വാഹ എന്നും പറയാറുണ്ട്. തുളസിയും സ്വാഹയും കൂടിയിട്ട് രണ്ടും കൂടിയിട്ട് ബന്ധമുള്ളതായിട്ട് പറയണില്ല. പക്ഷേ ഇവിടെ പറയണു തുളസിയും ഈ സത്യയാണ്. ആ ഒരു രംഗം പറയുമ്പോൾ അത് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഈ സ്വാഹാദേവി എനിക്ക് ഭഗവാന്റെ പത്നിയാവണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ഇങ്ങനെ നഗ്നജിതൻ്റെ പുത്രനായിട്ട് വന്നോളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നഗ്നജിതിയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം സത്യഭാമയാണത്. ഇപ്പോൾ ഏതായാലും സ്വാഹാദേവിയും അതാണ്. നമ്മൾ എല്ലാ സമയത്തും നമ്മൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ശരീരം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ നശിച്ചുകൊണ്ടിരിക്കുന്നതിനെ വീണ്ടും വീണ്ടും ഉണ്ടാക്കുക എന്നത് നമുക്ക് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ ആഹാരമൊക്കെ കഴിക്കണത്. ആഹാരം, നിഹാരം, നിദ്ര ഒക്കെ ചെയ്യണത്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ജീവൻ്റെ പുണ്യത്തിന് വേണ്ടിയിട്ട്, ജീവൻ്റെ ശുദ്ധിക്ക് വേണ്ടിയിട്ട്. ശുദ്ധ്യം കിട്ടിയാലെയാണ് പുണ്യം കിട്ടിയാലെയാണ് നമുക്ക് മുക്തി കിട്ടുള്ളൂ. അതിന് വേണ്ടി. അടുത്തത് ഭദ്ര, അത് ലജ്ജാദേവിയാണ്. ഇപ്പോൾ ലജ്ജ എന്നുള്ളതിൻ്റെ കാര്യം നമുക്കറിയാം. നമ്മൾ തെറ്റ് ചെയ്യാതിരിക്കണം. തെറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു മനോഭാവം, ഞാൻ തെറ്റ് ചെയ്തോ എന്നുള്ള തോന്നൽ, അതാണ് സ്വതേ ലജ്ജ. അത് ശ്രുതകീർത്തിയുടെ, അതായത് വസുദേവൻ്റെ മറ്റൊരു സഹോദരി, അച്ഛൻ്റെ മറ്റൊരു സഹോദരിയായിട്ട് ശ്രുതകീർത്തിയുടെ മകളെ അച്ഛൻ പറഞ്ഞു എൻ്റെ അനിയത്തിയുടെ മകളെ വേളിയിക്കണം എന്ന് പറഞ്ഞു. ഓ ശരി, അങ്ങനെ ആവാൻ തോന്നി. ഭദ്രയുടെ പ്രത്യേകത എപ്പോഴും ഒരു തെറ്റും ചെയ്യില്ല. ഭദ്രം കലയരീതി ഭദ്രകാളിയില്ലേ എന്ന കൂട്ടത്തിൽ നമ്മുടെ മനസ്സിനും ദേഹത്തിനും ഒരു തരത്തിലും ചിന്ത പോലും തെറ്റാതിരിക്കാൻ ശ്രദ്ധിക്കും. അത്ര പതിവ്രതയാണ് ഭദ്ര. അതുകൊണ്ടാണ് വസുദേവർ പറഞ്ഞത് അച്ഛമ്മളുടെ എൻ്റെ സഹോദരിയുടെ മകളെ കല്യാണം കഴിച്ചോളാം. ഭദ്രയ്ക്ക് അത്രയും പ്രാധാന്യമുണ്ട്. എന്നാലോ ആ കല്യാണവും പറയണില്ല. വളരെ അത്രയുള്ളൂ. അതാണ് ഇത്. സ്വതവേ നമ്മുടെ ജീവിത ലക്ഷ്യമായതുകൊണ്ടേ നമ്മൾ അങ്ങനെ തന്നെ പോകണമെന്നാണ്. അപ്പം അതിന് സഹായിക്കാനുള്ള ഭാവത്തിലാണ് ഭദ്ര വന്നിട്ടുള്ളൂ എന്നാണ്. പക്ഷേ ഭദ്ര എന്നുള്ളത് നമുക്ക് ഒട്ടുമില്ല. കലികാലത്ത് നമുക്ക് ലെവലേശില്ല. അപ്പോൾ അതുകൊണ്ട് ഭദ്രയാണ് ശരിക്ക് സേവിക്കേണ്ടത്. ഇപ്പോൾ എന്നാൽ ഭദ്രകാളിയാണോ ചോദിച്ചാൽ അത് പറഞ്ഞിട്ടുമില്ല. ഇപ്പോൾ അറിയില്ല, ഒരു പക്ഷേ അങ്ങനെ ആയിരിക്കാം. ഏതായാലും ദേഹരക്ഷയാണ്. അപ്പോൾ മനസ്സിനെയും ദേഹത്തെയും പ്രാണനെയും ഈ ഭർത്താവിൻ്റെതായ ചില കുറ്റങ്ങളെ കൊണ്ട് ചിലപ്പോൾ പ്രശ്നങ്ങൾ വരും, നഷ്ടപ്പെടും. എനിക്കല്ല കേട്ടോ, എൻ്റെ ദേഹത്തിനല്ല, ഭർത്താവിൻ്റെ ദേഹത്തിനാണ്. അതാണ് ജീവൻ്റെ ദേഹമാണ്. അപ്പോൾ അതായത് ജീവനാണ് ഭർത്താവിൻ്റെ ദേഹമാണ്. അപ്പോൾ അതിനെ രക്ഷിക്കൽ. ഇനി
ലക്ഷണ അത് ദക്ഷിണാദേവിയാണ് എന്നാണ്. ദക്ഷിണ എന്നുള്ളത് യജ്ഞനും ദക്ഷിണയും കൂടിയിട്ടാണ് അവതരിച്ചത്. അപ്പോൾ അതിൽ ദക്ഷിണാദേവിയാണ് ലക്ഷണ എന്ന പേരിൽ. ലക്ഷ്മണ ഇല്ല. അതെ 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 അതാണ് പറയും അഷ്ടപത്നിമാരിലാണ്. അതെ, ലക്ഷ്യം ഭേദിച്ച് വേട്ടു. അർജുനൻ എപ്പോഴാണ് പാഞ്ചാലി കല്യാണം കഴിച്ചില്ലേ, അപ്പോൾ അതിനേക്കാൾ ഒരു ലേശം കൂടി അത് നേരിട്ടാണ്, ഇത് നഴൽ നോക്കിയിട്ടാണ്. അപ്പോൾ അതിൽ മധുര രാജകുമാരിയായിട്ടുള്ള ബൃഹർസേനൻ്റെ പുത്രിയായിട്ടുള്ള ഈ ലക്ഷണയെ ലക്ഷ്യം ഭേദിച്ച് വേട്ടു എന്നാണ്. നമ്മൾ ഇതിൽ നേരിട്ടുള്ള വാച്യാർത്ഥം ഒരു കന്യകയെ കിട്ടാൻ വേണ്ടിയിട്ട് എന്താ വെച്ചാൽ അതൊക്കെ ചെയ്തു, അത് ശരിയാണ്. പക്ഷേ അതല്ലാത്തത് ഒരു വ്യംഗ്യാർത്ഥം കൂടിയും അല്ലെങ്കിൽ കുറച്ച് കേമായിട്ടുള്ളൊരു അർത്ഥം കൂടി അതിനുണ്ട്. നമ്മൾ സാധാരണഗതിയിൽ ദേഹത്തിന് വേണ്ടിയിട്ട് മനസ്സിന് വേണ്ടിയിട്ടൊക്കെ ചെയ്യാറുള്ളൂ, സമ്പാദിക്കാറുള്ളൂ. അതല്ല സമ്പാദിക്കേണ്ടത്, അതിൻ്റെ അപ്പുറത്തുള്ളതായിട്ടുള്ള അറിവിനെയാണ് സമ്പാദിക്കേണ്ടത് എന്നാണ് ലക്ഷണം. ലക്ഷ്യത്തെ ബോധ്യപ്പെടുത്തുന്നവൾ എന്നാണ്. ലക്ഷ്യം എന്നുള്ളത് ജ്ഞാനം നേടലാണ്. ഭക്തിയോട് കൂടിയിട്ടാണ് അതൊക്കെ, അത് സെക്കൻഡറി, അതൊക്കെ വേറെയാണ്. ഈ തലം തന്നെ വേറെയാണ്. ജ്ഞാനമുണ്ടെങ്കിലേ യഥാർത്ഥത്തിൽ ഭക്തി കിട്ടുള്ളൂ. ജ്ഞാനിക്ക് ഭക്തി കൊടുക്കില്ല, ഭക്തന് ജ്ഞാനം കൊടുക്കും, പക്ഷേ അതിൻ്റെ ആ തലം വേറെയാണ്. ഇത് നമ്മുടെ ലക്ഷ്യം എന്നുള്ളത് ജ്ഞാനസ്വരൂപത്തിലെത്തിയാൽ മാത്രമേ ബ്രഹ്മത്തിലേക്കൊക്കെ ലയിക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് ഭക്തന് ഭഗവാൻ ജ്ഞാനം കൊടുക്കുന്നു പറയാനുള്ള കാരണം. അതെ. അപ്പോൾ ഇങ്ങനെ 8 തരത്തിൽപ്പെട്ടതായിട്ടുള്ള ഭാര്യമാരെ രുക്മിണി, ജാമ്പവതി, സത്യഭാമ, കാളിന്തി, മിത്രവിന്ദ, സത്യ, ഭദ്ര, ലക്ഷണം. ഇത് കൃഷ്ണാവതാരത്തിൽ കൃഷ്ണന് വേണ്ടിയിട്ട് ആണ് നമ്മൾ കാണിക്കുന്നത്. നമ്മൾ തുടക്കത്തിൽ ഭാഗവതത്തിൽ പറഞ്ഞത് എന്താണ്? ശ്രദ്ധ, മൈത്രി, ദയ അല്ലേ, അങ്ങനെയൊന്നും പറഞ്ഞില്ലേ? 12, 13 ഭാര്യമാരെ. അത് നമ്മുടെ സ്വഭാവമായിട്ടുണ്ടെങ്കിൽ ഈ 8 ഭാര്യമാരെയും കിട്ടാൻ ഒരു പ്രയാസമില്ല. അപ്പോൾ അത് ശീലിക്കണം. അതിനാണ് തുടക്കത്തിൽ അത് പറഞ്ഞത്. രണ്ടാമത് അത് ഏത് ഭാവത്തിലാണ് പറഞ്ഞത്? ധർമ്മൻ്റെ പത്നിയായിട്ടെന്നാണ്, ധർമ്മൻ്റെ പത്നിമാരായിട്ട്. അപ്പോൾ നമ്മൾ ധാർമ്മികമായിട്ട് ചെയ്താൽ മാത്രമേ തപസ്സും ശുദ്ധിയും ദയയും സത്യവും ഉണ്ടാവണം. എന്നാൽ മാത്രമേ എന്ത് കിട്ടുള്ളൂ? ഇപ്പോൾ ഈ പത്നിമാരെ കിട്ടുള്ളൂ. ആ പത്നിമാരെ കിട്ടിയാലാണ് ഈ കൃഷ്ണനും കൃഷ്ണൻ്റെ പത്നിമാരുമായിട്ടുള്ള അവരിൽ നമുക്ക് എത്താൻ സാധിക്കുള്ളൂ. നമ്മൾ അതായിട്ട് മാറണം എന്നാണ്, അല്ലാതെ കൊണ്ട് അവരിങ്ങനെ ആരാധിച്ചിട്ട് കാര്യമില്ല. നമ്മൾ അതായിട്ട് മാറണം. അതാണല്ലോ മുക്തി. എന്താ? അതായിട്ട് മാറലാണല്ലോ. അപ്പോൾ അങ്ങനെ എത്തണം എന്നുള്ളത് അതിൻ്റെ വിശദീകരണം. രണ്ടാമത്തെ അധ്യായത്തിൽ വിവാഹത്തിൽ ഈ പറയുന്നത് സത്യഭാമയെ വിവാഹം കഴിക്കുന്നതും ജാമ്പവതി വിവാഹം കഴിക്കുന്നതായിട്ട് രംഗാണ്. അപ്പോൾ അവിടെയാണ് ഈ സമന്തക ഹർത്താവ് എന്നുള്ള പേര് വരിക. അപ്പോൾ ആ കഥ ആരാണോ കേൾക്കുന്നത് അവർക്ക് ഈ പരാജയം സംഭവിക്കില്ല ഒന്ന്, പിന്നെ ചീത്ത അപവാദങ്ങൾ ഉണ്ടാവില്ലേ, അങ്ങനെയുള്ളതൊന്നും ഉണ്ടാവില്ല എന്നാണ് പറയുക. അപ്പോൾ നമ്മളൊക്കെ സ്വതവേ അപവാദം കേൾക്കണവരാണ്. അപവാദം കേൾക്കാൻ ചെയ്ത് ശ്രവിക്കൽ മാത്രമല്ല കേട്ടോ, നമ്മൾ ചെയ്യാത്ത കുറ്റങ്ങൾക്ക് പലതും നമ്മൾ കുറ്റക്കാരായിട്ടൊന്ന് വരുന്നുണ്ട്. നമ്മളെ കുറ്റക്കാരായിട്ട് ആരൊക്കെയോ കാണുന്നുണ്ട്. ആര് കാണുന്നുള്ളത് വേറെ വിഷയം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ രക്ഷപ്പെടാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇതൊരു എസ്കേപ്പിസാണല്ലോ. സത്രാജിത്ത് സൂര്യഭക്തനായിട്ടുള്ള ഒരു യാദവൻ, അദ്ദേഹം തപസ് ചെയ്തു. സൂര്യൻ്റെ അനുഗ്രഹം കൊണ്ട് സ്യമന്തകം എന്നുള്ള ഒരു രത്നം അത് സ്വന്തമാക്കി, അല്ലെങ്കിൽ വരമായിട്ട് മേടിച്ചു. അത് ഗൃഹത്തിൽ വെച്ച് പൂജിക്കുകയാണെങ്കിൽ, ഈശ്വരനായിട്ട് അല്ലെങ്കിൽ സൂര്യനാരായണനായിട്ട് കണ്ട് പൂജിക്കുകയാണെന്ന് വെച്ചാൽ വലിയ വലിയ നേട്ടങ്ങളാണ്. അദ്ദേഹത്തിന് മാത്രമല്ല, കുടുംബത്തിനും രാജ്യം അങ്ങനെ മുകളിലേക്ക് ഭൂമിക്കൊക്കെ കിട്ടും, പ്രപഞ്ചത്തിനൊക്കെ കിട്ടും. അത്രയ്ക്ക് ഉണ്ടായില്ല. പക്ഷെ അതൊന്നും ചെയ്യാതെ കണ്ട് അത് കഴുത്തിൽ കെട്ടി ആഭരണമാക്കിയെന്ന് അർത്ഥം. അത് പാടില്ല. സത്യം പറയാലോ, സ്വർണം ആഭരണമാക്കാൻ പാടില്ല. രത്നത്തോട് കൂടിയിട്ട് തീരെയും പാടില്ല. അങ്ങനെയൊക്കെയാണ് പറയുക. പക്ഷേ എന്താ വെച്ചാൽ നമ്മൾ പ്രപഞ്ചത്തിൽ പെട്ടതാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ദേഹത്തിൻ്റെ കുഴപ്പമില്ല. ദേഹത്തിലേക്ക് സ്വർണം ഇതുപോലെ കയറിയാലും മതി എന്നാണ്. നമ്മൾ സാധാരണഗതിയിൽ ഈ അരച്ച് കൊടുക്കാറുണ്ടോ കുട്ടിക്കാലത്തെ? അത് മരണം വരെ വേണമെന്നൊക്കെയാണ് കണക്ക്. ഈ സ്വർണം അരക്കണതിന് പകരം എന്താ ചെയ്യുക? സ്വർണം മറ്റേ എന്തെങ്കിലും ഒരു വയമ്പലോ എന്താ വെച്ചാൽ അതെ അതിൽ കയറ്റും. മൊന അതിൻ്റെ മുകളിൽ കൊള്ളാതെ കണ്ട ചാണയിലെയോ അങ്ങനെയൊക്കെയാണ്. പോട്ടെ, പിശുക്കില്ലാത്തതുകൊണ്ടാണ്. അപ്പം അങ്ങനെ കഴുത്തിൽ കെട്ടിയിട്ട് നടന്നു. അപ്പോൾ അതിൻ്റെ മൂല്യത്തെ അറിയാതെ കണ്ട് പ്രയോഗിച്ചു എന്നത് വലിയ തെറ്റായിപ്പോയി. അങ്ങനെ ഒരു ദിവസം ഈ കൃഷ്ണൻ്റെ അടുത്തേക്ക് വരുന്നു. അപ്പോൾ കൃഷ്ണൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ എല്ലാവരും പറഞ്ഞു, ഇതാ സൂര്യൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു. സൂര്യനല്ല വരുന്നത്, സൂര്യൻ കൊടുത്ത രത്നം ഇത്രയേ ഉള്ളൂ, അത് കെട്ടി വരുന്നുണ്ട്. അപ്പോൾ അതിൽ കുറേ ഗുണഫലങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഈ മറ്റേ ജരാമൃത്യു വരില്ല, അതേപോലെ അകാലമൃത്യു വരില്ല, അങ്ങനെ രാമരാജ്യം പോലെയൊക്കെ കിട്ടും ഈ സെമന്തം ശരിക്കും പൂജിക്കുകയാണ് വെച്ചാൽ. പിന്നെ ധാരാളുണ്ടാവും. അത് പറഞ്ഞ് 8 ഭാരം എല്ലാ ദിവസവും കിട്ടുന്നൊക്കെയാണ്. 1600 കിലോ ഒരു ദിവസം സ്വർണ്ണ. അപ്പോൾ അതുകൊണ്ട് അത് വേണ്ടാക്കിയാണല്ലേ. അതേപോലെ
കൃഷ്ണൻ പറഞ്ഞു, എന്നാൽ ഇത് ഇവിടെ ഭണ്ഡാരത്തിൽ വെക്കുക നല്ലത് കേട്ടോ എന്ന് പറഞ്ഞു. വേറെ ഒന്നും ഉണ്ടായിട്ടില്ല, അങ്ങയുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ അപ്പോൾ വെണ്ണ കട്ട കള്ളനെയാണ് ഓർമ്മ വന്നത് കൃഷ്ണനെ. അതുകൊണ്ട് ഞാൻ തരുന്നില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇനി കഴുത്തുനിന്ന് വെക്കണമില്ല എന്ന് തീരുമാനിച്ചു. അങ്ങനെയാണ്. പിന്നീട് ഒരു ദിവസം ഈ പ്രസേനൻ മറ്റേ സത്രായത്തിൻ്റെ അനുജൻ കഴുത്തിൽ കെട്ടിയിട്ട് നായാട്ടിന് പോയി. നായാട്ടിനെ കാട്ടിലേക്ക്. ഇതിൻ്റെ മൂല്യം അറിയില്ല. അതാണ്. പോണ വഴിക്ക് അതിൻ്റേതായിട്ടുള്ള ഭംഗിയോ അല്ലെങ്കിൽ പ്രകാശമോ എന്താ വെച്ചാൽ കണ്ടു. അത് തിന്നാനുള്ള വിചാരിച്ചു. സിംഹം ആക്രമിച്ചു. സിംഹത്തിനെ ജാമ്പവാൻ കണ്ടു. ഇയാൾ മരിച്ചു. കുതിരി മരിച്ചു. മറ്റേ മണി എടുത്തിട്ട് പോകുമ്പോൾ സിംഹത്തിനെ ജാമ്പവാൻ കണ്ടു. ജാമ്പവാൻ കുട്ടികൾക്ക് കളിക്കാനുള്ള നല്ല കളിപ്പാട്ടാ തോന്നി. അതുകൊണ്ട് സിംഹത്തിനെ കൊന്നു അതെടുത്ത് ഗുഹയിലേക്ക് പോയി. സത്രാജിത്ത് ഈ അനുജൻ വരാത്തത് കൊണ്ട് പറഞ്ഞു, ഇത് കള്ളൻ കൃഷ്ണനാവും, എന്നോട് ചോദിക്കുണ്ടായിട്ടുണ്ട് കൊണ്ട്, അതുകൊണ്ട് കൃഷ്ണൻ തന്നെയാവും എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ കാലം വെച്ചാൽ ഇങ്ങനെ നമ്മളല്ല ചെയ്യുക. അന്നത്തെ കാലത്ത് ഈ അപവാദത്തിനിരയായ ആൾ തന്നെ വേണം അതൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ സ്വയമേവ അന്വേഷിക്കാൻ നിശ്ചയിച്ചു. കൃഷ്ണനും കൂട്ടുകാരും കൂടിയിട്ട്. പിന്നെ പ്രയാസമൊന്നും ഉണ്ടായില്ല, വേഗം വേഗം കണ്ടുപിടിച്ചു. നാട്യമാണല്ലോ മുഴുവൻ. അപ്പോൾ അതുകൊണ്ട് ആദ്യം ഈ പ്രസേനനെ കണ്ടു, കുതിരയെ കണ്ടു, സിംഹത്തിനെ കണ്ടു, ജാമ്പവാൻ്റെ കാലടിപ്പാടും കണ്ടു. ജാമ്പവാൻ്റെ ഗുഹയിലെത്തി. അവിടെ ചെന്നു കടന്നു. ബാക്കിയുള്ളവരോട് ഇവിടെ നോളാൻ പറഞ്ഞു. കാരണം എല്ലാവർക്കും ജാമ്പവാൻ്റെ അടുത്തേക്ക് ചെല്ലാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് കടന്നു ഇവിടെ കാവൽ നിന്നു. ജാമ്പവാനുമായിട്ട് 27 ദിവസം മുറക്കി യുദ്ധം ചെയ്തു. പകൽ ഉറക്കമില്ല, ഊണുമില്ല. 10-12 ദിവസം കഴിഞ്ഞപ്പോൾ പുറത്തുള്ളവർക്ക് ഒരു ഇതില്ല, ഉറപ്പില്ല, വിശ്വാസമില്ല. കൃഷ്ണനെ അവരിവിടെ വന്നു. ദേവികയോടും പറഞ്ഞു, രുക്മിണിയോടും പറഞ്ഞു, കൃഷ്ണനെ കാണാനില്ല, ഗുഹയിലേക്കാണ് പോയിരുന്നത്, ഞങ്ങൾക്കത് കിടക്കാനുള്ള ധൈര്യമില്ല, വരുമില്ലേ അറിയില്ല. അപ്പോഴേക്ക് നാരദൻ അവിടെ വന്നു. എന്താ വേണ്ട പരിഹാരം ചോദിച്ചു. അനവധി കാലം തപസ് ചെയ്തിട്ടാണ് കൃഷ്ണനെ കിട്ടിയതേ. അപ്പോൾ അതുകൊണ്ട് കൃഷ്ണൻ നഷ്ടപ്പെട്ടാൽ വയ്യ, എന്താ വേണ്ടത് ചോദിച്ചു. അപ്പോൾ പേടിക്കാനൊന്നുമില്ല, ഒരു ഭഗവത് സേവ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഇതിൽ ഭഗവത് സേവയാണ്, ദേവി ഭാഗവതത്തിൽ ഭാഗവതം വായിക്കാനാണ്, രണ്ടുമുണ്ട്. ഏതായാലും അത് ചെയ്തു. 12ാമത്തെ ദിവസം പൂജ കഴിയണോട് കൂടിയിട്ട് ഇവിടെ യുദ്ധം കഴിഞ്ഞു. തനിക്ക് തോൽവി ഒരാളിൽ നിന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് ജാമ്പവാന് വരണ്ട്. അപ്പോൾ അത് ശ്രീരാമനിൽ നിന്നാണ് തോൽവി. ശ്രീരാമൻ ഇവിടെ ഇല്ലല്ലോ എന്ന് വിചാരിച്ചും കൊണ്ടാണ് ഇരിക്കുന്നത്. ശ്രീരാമനെ സ്മരിച്ചിട്ടാണ് ഒടുക്കത്തെ ഇടിച്ചത്. മറ്റേ ശ്രീരാമൻ്റെ മന്ത്രം ജപിച്ചുകൊണ്ട് രാമരാമെന്നൊക്കെ ജപിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അത് പോരാ, സ്മരിച്ചുകൊണ്ട് ഉറപ്പിച്ചിട്ട് വേണം ഇത് ശ്രീരാമൻ എന്നുള്ള നിലയ്ക്ക്. അപ്പോൾ ശ്രീരാമനാണ് ശരിക്കും കാണിച്ചു. എന്താണ് തിരിച്ചൊരു അങ്ങനെയാണല്ലോ, അങ്ങോട്ട് കൊടുത്താൽ തിരിച്ച് ഇങ്ങോട്ടും കിട്ടുമല്ലോ. അത് ഇങ്ങോട്ട് കിട്ടിയത് കുറച്ച് കനത്തിലായിപ്പോയി. അപ്പോൾ വീണു. അപ്പോൾ ഇതാരാ രാമൻ തന്നെയാണോ എന്ന് ഉള്ളിൽ തോന്നിയതോട് കൂടിയിട്ട് കൃഷ്ണൻ രാമനും സീതയും കൂടിയിട്ട് ദ്വിത്വത്തിൽ ദർശനം കൊടുത്തു എന്നാണ്. അപ്പോൾ വലിയ സന്തോഷമായി, പൂജിച്ചു. ഞാൻ തെറ്റ് ചെയ്തു, ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞു. അതൊന്നുമില്ല, തെറ്റൊന്നും ചെയ്തിട്ടില്ല. അപ്പം എന്നാൽ പരിഹാരമായിട്ട് ഇപ്പം എന്തിനാ വന്നതെന്നായി അത് കൃഷ്ണൻ പറഞ്ഞു. രത്നം കിട്ടാനാണ്. എന്നാൽ രത്നത്തിൻ്റെ കൂടെ പണ്ടത്തെ വാക്ക് ഓർമ്മ വന്നു. മകളെ കല്യാണം കഴിച്ചു കൊടുക്കാമെന്നുണ്ട്. ശ്രീരാമന് വേണ്ടിയിട്ട് ഇതാ കൊടുക്കണം അന്ന് പറഞ്ഞത് കൃഷ്ണനായിട്ട്. അപ്പോൾ മകളെയും കൊടുത്തു, രത്നം കൊടുത്തു, അത് കിട്ടി, ഇവിടെ കൊണ്ടുവന്നു, അത് കൊടുത്തു. വളരെ ഇഷ്ടത്തോടു കൂടി എല്ലാവരും സ്വീകരിച്ചു. ദേവകിക്ക്, വസുദേവർക്ക്, രുക്മിണിക്ക് എല്ലാവർക്കും സന്തോഷമായി. സത്രാജിത്തിനെ വിളിച്ചു വരുത്തി വളരെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളെ മുഴുവൻ പറഞ്ഞു. കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞു. അപ്പോൾ രത്നം കൊടുത്തപ്പോൾ അങ്ങനെ കൊണ്ടുപോയി. സത്രാജിത്ത് സ്വതേ ഒരു സാധുവാണ്. കൊണ്ടുപോയി വീട്ടിലെത്തിയപ്പോൾ സത്യഭാമ ഈ കാര്യങ്ങളൊക്കെ കേട്ടു. അപ്പോൾ സത്യഭാമ പറഞ്ഞു, അച്ഛാ ഇങ്ങനെ വേണ്ട, അവിടെ കാട്ടിൽ എന്തൊക്കെ ഉണ്ടായത് വെച്ചാൽ അതുപോലെയൊക്കെ മതി, പറയാതെ കണ്ട് പറഞ്ഞു. എന്ന് വെച്ചാൽ എന്നെ കൃഷ്ണ കൊടുത്തോളൂ എന്നാണ് ഉദ്ദേശം. അത്രേ ഉള്ളൂ. സത്രാജിത്ത് രാമനൊന്നും കൊടുത്തിട്ടില്ല. ജാമ്പവാനാണ് രാമന് കൊടുത്തത്. ജാമ്പവാൻ കൃഷ്ണന് ജാമ്പവതിയെയും കൊടുത്തു, രത്നത്തെയും കൊടുത്തു. സ്യമന്തകം എന്നുള്ള രത്നത്തെയും കൊടുത്തു. അപ്പോൾ അതേപോലെ തന്നെ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ സത്യഭാമയും കൊണ്ട് ഇങ്ങോട്ട് വന്നു എന്നാ. സാധാരണ വരൻ എന്താ വേണ്ട, വീട്ടിൽ പോയിട്ട് അല്ലേ, എങ്ങനെയല്ലേ കൊണ്ടുണ്ടത്? അങ്ങനെയല്ല. സത്രാജിത്ത് മകളെയും രത്നവും കൂടിയിട്ട് ഇവിടെ കൊണ്ടുവന്നു. മകളെ കൊടുത്തു. പിന്നെ രത്നം വേണ്ടാന്ന് പറഞ്ഞ് തിരിച്ചു കൊണ്ടുപോയി. അത്രയുള്ളൂ. അങ്ങനെ സത്യഭാമ അവിടെ എത്തി. അതേപോലെ തന്നെ ഈ സത്യഭാമയുടെ വിവാഹവും ഈ ജാമ്പവതിയുടെ വിവാഹവും അവിടെ ഗംഭീരമായിട്ട് നടക്കുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സത്രാജിത്തിൻ്റെ ഒരു കൂട്ടുകാരെന്നോ അല്ലെങ്കിൽ മറ്റ് പല കാര്യങ്ങൾ, എന്തായാലും ചെറിയൊരു കണക്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ എങ്ങനെയായാലും
മകളെ സത്യഭാമയെ ഈ ശതധന്വാവിന് വിവാഹം കഴിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞു. പണ്ട് കുട്ടിക്കാലത്ത് ഈ 5 വയസ്സായിട്ടുള്ളൊരു കാലത്ത് അങ്ങനെ ഒരു കല്യാണം ഉണ്ടാകാം. ആ കൂട്ടത്തിൽ കല്യാണം കഴിച്ച് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ അതന്നെ ജ്വരം വിചാരിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് അക്രൂരന് കൃതവർമാവും കൂടിയിട്ട് ഇയാളെ ഇടയ്ക്കിടയ്ക്ക്, ഇയാളും പൊട്ടനാണ് കുറച്ച്, അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പറയും ഈ കല്യാണം കഴിഞ്ഞതിൻ്റെ ശേഷം, നിൻ്റെ അമ്മായി അച്ഛൻ നിന്നെ പറ്റിച്ചു. അപ്പോൾ അമ്മായി അച്ഛനായിട്ടില്ലോ, കല്യാണം കഴിച്ചാലേ അമ്മായി അച്ഛനാവുള്ളൂ. അപ്പോൾ നിന്നെ പറ്റിച്ചെടുക്കുകയാണ്, എന്താ പരിഹാരം വേണ്ടതെന്ന് തമ്മിലുള്ള ചർച്ചയിൽ പറഞ്ഞു. മറ്റേ ചെറിയച്ഛൻ പോയിട്ടുണ്ടല്ലോ, ആ വഴിക്ക് തന്നെ പറഞ്ഞേക്കുക. അപ്പോൾ വധിക്കുമെന്ന്, ഇത് സത്രായത്തിനെ വധിക്കണമെന്ന്. അതാണ് പ്രസേൻ്റെ ഒപ്പം പോയിക്കോട്ടെ. ഏതായാലും അങ്ങനെ അത് നടപ്പാക്കി ശതധന്വാവ്. അതോട് കൂടിയിട്ട് അന്വേഷണമൊക്കെ വരുന്നത് കൃതവർമാവും അക്രൂരനും കൂടിയിട്ടാണ് പറഞ്ഞതേ. ഒരിക്കലും പറയാൻ പാടില്ലാത്തവരാ. കൃതവർമാവ് എന്ന് പറഞ്ഞാൽ സേനാ നായകനാണ്, അക്രൂരൻ അവിടുത്തെ മന്ത്രിയാണ്. അപ്പോൾ 2 പേർക്ക് ഇത് പറയാനുള്ള അധികാരമില്ല. എന്നിട്ടാണ് അത് പറഞ്ഞതേ. അപ്പോൾ ഇത് കളിപ്പിക്കാനാ പറഞ്ഞ പാവം, അതിന് മനസ്സിലായില്ല. സത്രായത്തിനെ വധിച്ചു. കാര്യം പറഞ്ഞു. പിന്നാലെ ആൾക്കാർ വന്നു, അന്വേഷണം. എന്തായാലും സത്യഭാമയുടെ നിലവിളി കാര്യങ്ങളൊക്കെ ആ സമയത്ത് കൃഷ്ണാവളം ഉണ്ടായിരുന്നില്ല. പിന്നെ വന്നതിന് ശേഷമാണ് ഈ അന്വേഷണമൊക്കെ ഉണ്ടായത്. ഏതായാലും പിന്നാലെ പോയി രാമനും കൂടെ പോയി. ഏതായാലും ശതധന്വാവിനെ വധിച്ചു. അപ്പം അതിൽ രത്നം കാണാനില്ല. അപ്പം രാമൻ പറഞ്ഞു, കൃഷ്ണാനിക്ക് തന്നെ വിശ്വാസമില്ല, നീ അല്ലെങ്കിൽ കള്ളനാണ്. നീ ഒരു കാര്യം ചെയ്തോ, സ്യമന്തക രത്നം കിട്ടിയതിൻ്റെ ശേഷം എന്നെ ഒന്ന് വിളിച്ചോ, അപ്പം ഞാൻ ഇങ്ങോട്ട് വരാം. എനിക്കിവിടെ അടുത്ത ഒരു മിഥില രാജാവുണ്ട്, നിമി മഹാരാജാവ്, എന്താ ബൃഹൽ ാണ് പേര്. പേര് ഓർമ്മയില്ല, ആയിക്കോട്ടെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്താണ്, ഒന്ന് പോകണം, സുഹൃത്താണ് എന്നൊക്കെ പറഞ്ഞു. വിവരം കട്ടിയാൽ മറ്റേ ഇങ്ങോട്ട് വിവരം തന്നാൽ അപ്പം ഞാൻ വരാം എന്ന് പറഞ്ഞു. അങ്ങനെ 3 കൊല്ലം അവിടെ താമസിച്ചു കിട്ടും. അതാ രസം, 3 കൊല്ലേ. ഇതറിഞ്ഞു ശകുനി. അപ്പോൾ ദുര്യോധനെ വിട്ടു, ബലരാമൻ്റെ അടുത്ത് പോയിട്ട് പഠിച്ചോളൂ, എന്നാലേ ഭീമനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ, PhD. അപ്പം അങ്ങനെ അവിടെ ചെന്നു, കാര്യം പറഞ്ഞു. ബലരാമന് പിന്നെ ഈ പക്ഷഭേദങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ദുര്യോധനൻ നന്നായിട്ട് പഠിപ്പിച്ചു. കാരണം എന്താ പറഞ്ഞു കൊടുത്താൽ വെച്ചാൽ അതന്നെ ചെയ്യുന്ന. പക്ഷേ എന്തേ കുഴപ്പമുള്ളൂ, ദുര്യോധനൻ്റെ സ്വാർത്ഥത്തിന് വേണ്ടിയിട്ട് മാത്രമേ ദുര്യോധനൻ എന്തും ചെയ്യുള്ളൂ. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ആ കുഴപ്പം പക്ഷേ ഈ ബലരാമനെ സംബന്ധിച്ച് പ്രശ്നമല്ല. കാരണം ബലരാമനെയൊക്കെ സേവയായിട്ടാണ് ചെയ്യണമെന്ന് വെച്ചാൽ പിന്നെ ബലരാമൻ ആ രീതിയിൽ നിൽക്കാറുള്ളൂ. കലികാലത്തിൻ്റെ പ്രത്യേകതയാണ്. കലികാലത്തിൽ ഇപ്പോൾ ഞാൻ നിങ്ങളോട് വളരെ ഇഷ്ടമായിട്ടാണ് നിൽക്കണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്നെ ഇഷ്ടമാണ്. ഞാൻ നിങ്ങളോട് വിരോധമായിട്ടാണ് നിൽക്കുന്നത് വെച്ചാൽ കാര്യം ഞാൻ പറഞ്ഞാവും ശരിയാവുണ്ടാവുക, അതല്ലെങ്കിൽ ഞാൻ ചെയ്യിക്കുന്നതാവും ശരിയാവുണ്ടാവുക, അതൊക്കെ ശരിയാവും. പക്ഷേ അത് നിങ്ങൾക്ക് ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞതിനെ ഇഷ്ടാവില്ല. കലികാലത്തിൽ അങ്ങനെയാണ്. ബലരാമൻ അങ്ങനെയാണ്. ഈ ഇഷ്ടം മാത്രം, പ്രിയം മാത്രമേ ചെയ്യുള്ളൂ, വേറെ ഹിതം മാത്രം ശ്രദ്ധിക്കാറില്ല. അപ്പോൾ ദുര്യോധനെ വലിയ ഇഷ്ടമാണ്, നല്ലോണം പഠിപ്പിച്ചു. അത് കാരണം എന്തായി, 2 ചേരിയിലാക്കാനുള്ള സാമർഥ്യം കിട്ടി. അതല്ല വെച്ചാൽ പാണ്ഡവരും ദുര്യോധനും വേറെ നിൽക്കില്ല. ഈ ശിക്ഷണമില്ലാത്ത ദുര്യോധനൊന്നും കൂട്ടിയാൽ പറ്റില്ല. അത് ശകുനിയുടെ ഒരു സൂത്രമാണ്. ഏതായാലും ഇവിടെ കൃഷ്ണൻ തിരിച്ചു വന്നു, കാണാനില്ല. കുറച്ച് ദിവസം 3 കൊല്ലം അന്വേഷണമായി. എവിടെ ഒന്നും കേൾക്കാനില്ല. എല്ലായെങ്കിലും ചാരന്മാരുണ്ട്. എപ്പോഴാണ് കാശിയിൽ ഇങ്ങനെ കുറേശ്ശെ ബിൽഡിങ്സൊക്കെ പൊന്തുന്നുണ്ട്. ഉള്ളതൊക്കെ സ്വർണ്ണമാണ്, കുറച്ചധികം അങ്ങനെ പലതും ഉണ്ട്. ഇവിടെ നാട്ടുകാരൊക്കെ ആലിൻ്റെ വീട്ടിലൊക്കെ ഇരുന്ന് പറയാൻ തുടങ്ങി, മഴ ഇല്ലാണ്ടേ, കാലാവസ്ഥ ശരിയല്ല, ഋതുക്കളൊക്കെ വ്യത്യാസം വരുന്നുണ്ട്. കൃഷ്ണൻ്റെ ഇവിടെ രാമൻ പോയിട്ടുണ്ട് കേട്ടോ. എന്നാൽ രാമൻ പോയോണ്ടാ മഴ പെയ്യാൻ അങ്ങനെയല്ല പറഞ്ഞ്. അക്രൂരൻ ഇവിടെ ഇല്ല, ശോഭൽക്കൻ്റെ മകനാണ് അക്രൂരൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അതുകൊണ്ട് മഴ ഇല്ലാത്ത എന്നൊക്കെ പറയാൻ തുടങ്ങി. ആ കാര്യം ഇവിടെ കേട്ടു. അപ്പോൾ അക്രൂരൻ മറ്റേ കാശി രാജാവിൻ്റെ മകളുടെ മകനാണ്. ഈ ശോഭൽക്കൻ അവിടെ പോയിട്ട് കുറച്ച് കാലം എന്തൊക്കെയോ കൃഷി ചെയ്തപ്പോൾ നല്ല ഇഷ്ടമായി. അപ്പോൾ അതുകൊണ്ട് മകളെ കല്യാണം കഴിച്ചെടുത്തു. അതിലുണ്ടായിട്ടുള്ള ഉണ്ണിയാണ് ഇയാൾ. അപ്പോൾ അദ്ദേഹം എവിടെയാണോ ഉള്ളത് ആ സമയത്ത് അവിടെ മഴ പെയ്യും, ഋതുക്കളൊക്കെ നേരെയാവും, മറ്റേ ഈശ്വരാധീനം കൂടുതലുണ്ടാവും, ഇങ്ങനെയൊക്കെ പലതുമുണ്ട്. അപ്പോൾ അവിടെ ഈശ്വരാധീനം ഇല്ല, അതാണ് വിഷയം. ഭക്തി ഇല്ലാത്തവരാണ് യാതൊരു മുഴുവനെ. ഒരാൾക്കേ ഭക്തിയുള്ളൂ, അത് ഈ ശോഭൽക്കനും അക്രൂരനും മാത്രമാണ്. ബാക്കിയുള്ളവരൊക്കെ ഭക്തി കപടഭക്തിയാണ്. അവരൊക്കെ സുഖിക്കാൻ വേണ്ടി വന്നവരാണ്, അവരെ കുറ്റമല്ല. അപ്പോൾ ഈ കാര്യം മനസ്സിലായപ്പോൾ ഞാൻ അന്വേഷിക്കാൻ കാശിയിലെത്തി. കാശിയിൽ സൈന്യങ്ങളെ കൂടി ചെന്നപ്പോൾ അവിടെ സന്യാസി രൂപത്തിലായിരിക്കുന്നത്. മറ്റേ പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട്. സന്യാസിയായിട്ട് ഇവിടുന്ന് ഈ ശതധന്വാവ് മറ്റേ സൈന്യങ്ങൾ കൃഷ്ണനൊക്കെ പിന്നാലെ വന്ന് കണ്ടപ്പോൾ ഈ മണിയെടുത്തിട്ട് മറ്റേ അക്രൂരൻ്റെ മടിത്തട്ടിലിട്ട് കൊടുത്തു. അക്രൂരൻ എന്താ ചെയ്യുന്നത് ശരിയാണ്ട് ഒരു ചീത്ത തുണിയിലൊക്കെ, പഴം തുണിയിലൊക്കെ പൊതിഞ്ഞിട്ടാണ് ഇവിടുന്ന് കൊണ്ടുപോയത്. ഒപ്പത്തിന് മറ്റേ ഈ കൂട്ടുകാരൻ കൃതവർമാവും ഉണ്ടല്ലോ, 2 പേരും കൂടിയിട്ടാണ് പോയത്. അപ്പോൾ അവിടെ അമ്മാത്തി എന്ന് സുഖമായിട്ട് താമസിച്ചു. അപ്പോഴാണ് ഈ കൃഷ്ണൻ്റെ സൈന്യം വന്നിട്ട് അന്വേഷിക്കണം. ചാരന്മാർ വന്നിട്ട് കയ്യോടെ പിടിച്ചു. തെറ്റൊന്നും ചെയ്തിട്ടില്ല അതൊന്നും അല്ല, അതൊക്കെ നമുക്ക് അവിടെ ചെന്ന് തീരുമാനിക്കാം.
ഏതായാലും ഇവിടെ കൊണ്ടുവന്നു. അക്രൂരപ്പ എന്തൊക്കെ കാട്ടിയെ ചോദിച്ചാലും ഒന്നും കാണിച്ചിട്ടില്ല. ഇതാ എനിക്ക് വേണ്ടാത്ത സാധനമാണ്, ഞാനിത് നഷ്ടപ്പെടുത്തിയിട്ടില്ല, നശിപ്പിച്ചിട്ടില്ല. തേജസ്സൊക്കെ അത്രയും അല്ലെങ്കിൽ അതിനൊക്കെ കൂടുതലുണ്ട്. ഇതിവിടെ കൊണ്ടുവന്നു. മറ്റേ സഭയിൽ വെച്ചിട്ട് ഒരു മറ്റേ നല്ല വ്യാഖ്യാനം നടത്തി കൃഷ്ണൻ എന്നാണ്. കൊണ്ടുപോയത് ഞാനല്ല, ആവശ്യപ്പെട്ടത് ഞാനല്ല, എനിക്ക് വേണ്ടിയിട്ടല്ല, ഇതിൻ്റെ പൂർവാവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്നെല്ലാം പറഞ്ഞു. എന്നാൽ അത് സഭയിൽ വെച്ചോളൂ അല്ലെങ്കിൽ ഭണ്ഡാരത്തിൽ വെച്ചോളൂ എന്നായി അക്രൂരൻ. അപ്പം കൃഷ്ണൻ പറഞ്ഞു ന്യായം, ഇതിൻ്റെ തേജസ് ഇങ്ങനെ കെടാണ്ടെന്ന് നോക്കാൻ ഈ ദ്വാരകയിൽ ഒരാൾക്കേ സാധിക്കുള്ളൂ, അത് അക്രൂരനാണ്. അതുകൊണ്ട് അക്രൂരൻ എന്നെ കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും അംഗീകരിച്ചു. അക്രൂരൻ ഒഴിച്ച് ബാക്കി എല്ലാവരും അംഗീകരിച്ചു. പക്ഷേ കൃഷ്ണൻ്റെ ആജ്ഞയാണ്, അതുകൊണ്ട് നിവർത്തിയില്ല. അപ്പോൾ അത് കൊണ്ടുപോയി യഥാവിധി പൂജിക്കുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ദ്വാരകയിൽ ഒരിക്കലും ഒന്നിനൊരു ക്ഷമ ഉണ്ടാവില്ല. അതേപോലെ ഏതെങ്കിലും വിപരീതങ്ങളൊന്നും ഒരാൾക്കും സംഭവിക്കില്ല. ആ യാദവ ശാപം കിട്ടിയിട്ട് 36ാമത്തെ കൊല്ലം ഉണ്ടല്ലോ, അപ്പോൾ തമ്മിൽ തല്ലി മരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ആ സമയത്ത് മാത്രമേ ഇതൊക്കെ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ആ സമയത്ത് ഒരു പക്ഷേ ഈ മണി പോയിണ്ടാവും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു മറച്ചുണ്ടാവും ഭഗവാൻ, അതല്ലാണെങ്കിൽ പറ്റില്ല. ഏതായാലും ആ കാര്യം അവിടെ നടന്നു. അപ്പോൾ കൃഷ്ണൻ തെറ്റുകാരനല്ല എന്ന് എല്ലാവർക്കും ബോധ്യമായി. മാത്രമല്ല ഈ കാര്യം വളരെ ഉത്തമമായിട്ട് നടക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു. ഇനി അടുത്ത കല്യാണം എങ്ങനെയാ വെച്ചാൽ കാളിന്തിയാണ്. പിന്നെ കാളിന്തി, മിത്രവിന്ദ, സത്യ, ഭദ്ര, ലക്ഷ്മണ 5 കല്യാണങ്ങളും കൂടിയുണ്ട്. ഇത് വേണം. കാളിന്തി മറ്റേ അർജുനനും കൃഷ്ണനും കൂടിയിട്ട് ഒരിക്കൽ ദ്വാരകയ്ക്ക് സമീപത്ത് വന്നോ അല്ലെങ്കിൽ ഹസ്തിനാപുരത്തിന് സമീപത്തോ ഏതായാലും വേണ്ട ഇൻ ബിറ്റ്വീൻ എന്ന് കൂട്ടിയാൽ മതി. അത്രയുള്ളൂ. നടക്കുന്ന സമയത്ത് ഈ കാളിന്തി ഇങ്ങനെ കുളിച്ചു പോകുന്നുണ്ട്. കാളിന്തി സ്വരൂപത്തിലുണ്ട്, കാളിന്തി പുഴയുണ്ട്. ഏതായാലും കുളിച്ചു പോകുന്നുണ്ട്. അപ്പോൾ മറ്റേ ആരാ എന്തായെന്നൊക്കെ അന്വേഷണം ഉണ്ടായി. അപ്പോൾ അർജുനനോട് പറഞ്ഞു, ഞാൻ കൃഷ്ണനെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് തപസ് ചെയ്യണം, സൂര്യപുത്രിയാണെന്ന് പറഞ്ഞു. എന്നാൽ അർജുനൻ കൃഷ്ണനോട് പറഞ്ഞു, എങ്ങനെയുണ്ടെന്ന്. എന്നാൽ ശരി, കൂട്ടിക്കൊടുന്നോളൂ, ഞാൻ ഇവിടെ റെഡിയാണ്. അങ്ങനെ കാളിന്തി കല്യാണം കഴിച്ചു. പിന്നെ മിത്രവിന്ദ നേരത്തെ പറഞ്ഞു അച്ചമ്മളുടെ മകളാണ്. അപ്പോൾ അത് കല്യാണം കഴിച്ചു. അത് സുഭദ്ര വിവാഹം എങ്ങനെയാ വെച്ചാൽ ഗുരുപ്പ രുക്മിണി എങ്ങനെയാണ് വിവാഹം കഴിച്ചത്? രാക്ഷസവിധി പ്രകാരം അങ്ങനെ വിവാഹം കഴിച്ചു. പിന്നെ ഭദ്ര അത് അച്ചമ്മളുടെ മകളാണ്, അച്ഛൻ പറഞ്ഞു, അങ്ങനെ പോയിട്ട് വിവാഹം കഴിച്ചു. പിന്നെ സത്യ നഗ്നജിത്തിൻ്റെ മകളാണ്. നഗ്നജിത്തിൻ്റെ മകളുണ്ടായപ്പോൾ മകൾക്ക് കുറേ പ്രത്യേകതകൾ കണ്ടു. അപ്പോൾ അത് കാരണം സാധാരണക്കാർക്ക് കൊടുക്കാൻ വയ്യാന്ന് നിശ്ചയിച്ചു. അപ്പോൾ അതുകൊണ്ട് അവിടെ വളർത്തുന്നതായിട്ടുള്ള ഈ കൂറ്റന്മാരുണ്ട്, കാളകളെ 7 എണ്ണം. ഈ 7 കാളകളെ വധിക്കാതെ കണ്ട് നിയന്ത്രിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെയാണല്ലോ, കാളയെ കീഴ്പ്പെടുത്തുന്ന ഒരാൾക്ക് മാത്രമേ കൊടുക്കുള്ളൂ എന്ന് ഒരു ശപഥം ചെയ്തു. അപ്പോൾ വീരശുൽക്കം എന്നാ പറയേണ്ടത്, അങ്ങനെ ഒരു പന്തയം, പ്രത്യേക രീതിയിലുള്ള പന്തയാണ്. ഏതായാലും അങ്ങനെ ഈ കാര്യം അറിഞ്ഞുകൊണ്ട് വേറെ ആരും രക്ഷിക്കാനില്ല എന്ന് എല്ലാ അർത്ഥത്തിലും മനസ്സിലായപ്പോൾ ഭഗവാൻ അവിടെ ചെന്നു. ഭഗവാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ സത്യം ചെയ്തത് അബദ്ധമായി എന്ന് മറ്റേ നഗ്നജിത്തിന് തോന്നി. അദ്ദേഹം നേരിട്ട് പറഞ്ഞു, രാജാവ് മറ്റേ കൃഷ്ണനോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു സത്യം ചെയ്തിട്ടുണ്ട്, അത് എന്താ ചെയ്യുക? അപ്പം അതുകൊണ്ട് അങ്ങ് ആ സത്യത്തെ ഒന്ന് വാക്ക് ശരിയാക്കി തരണം, ഇല്ലെങ്കിൽ രാജാക്കന്മാർക്ക് ക്ഷത്രിയന്മാർക്ക് വാക്ക് പാലിക്കാം, അങ്ങനെ ഒരു അവസ്ഥ വരും. അപ്പോൾ അതുകൊണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാൻ 7 രൂപം സ്വീകരിച്ച് എല്ലാ കാളകളെയും ഒരേപോലെ മെരുക്കി വധിക്കാതെ കണ്ട് കെട്ടിയിട്ടു. മൂക്കയറില്ല, അതാണ് പ്രശ്നം. അങ്ങനെ സന്തോഷത്തോട് കൂടിയിട്ട് സത്യയെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നു. പിന്നെ അത് ലക്ഷ്മണ ഇല്ല കേട്ടോ, ലക്ഷണ എന്നുള്ളൂ ശരിക്കും. 2 എഴുതിയാലും കുഴപ്പമില്ല എന്ന് ഹിന്ദിക്കാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് സത്യ നഗ്നജിതി എന്നാണ് സത്യയുടെ പേര്. ജിതി നഗ്നജിത്തിൻ്റെ പുത്രി, കോസലത്തിലാണ്. പിന്നെ ലക്ഷണ അത് ലക്ഷ്യം ഭേദിച്ചിട്ട് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ബാക്കി എല്ലാവരും, അർജുനും പോയിട്ടുണ്ട് കേട്ടോ കല്യാണം കഴിക്കാൻ, തരായില്ല. എവിടെ പെണ്ണ് കിട്ടാച്ച അവിടെയൊക്കെ ചെല്ലും, വരും മിടുക്കന്മാരാണ്. അങ്ങനെ ഭഗവാൻ അവിടെ ചെന്നു. മറ്റേ നിഴൽ നോക്കിയിട്ട് കറങ്ങണേനെ എഴുതു. ഏതായാലും ലക്ഷ്യം ഭേദിച്ചു, ലക്ഷണയും വിവാഹം കഴിച്ചു. അങ്ങനെ സുഖമായിട്ട് താമസിക്കുകയാണ്. രുക്മിണിക്ക് വെച്ച് ബാക്കി എല്ലാവർക്കും അസുഖമാണ്. അല്ല അങ്ങനല്ല, രുക്മിണിക്ക് ഈ സ്വാർത്ഥമില്ലാത്തതുകൊണ്ട്. അപ്പോഴാണ് ഈ നരകാസുരൻ്റെ അവിടുത്തെ ഈ പ്രശ്നം. അവിടെ അനവധി രാജകുമാരിമാർ ഈ
നരകാസുരൻ്റെ കൊട്ടാരത്തിൽ. അതും മറ്റേ 5 ആൾക്കാർ പ്രത്യേകം കൂട്ടുകാർ കാവൽക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ആർക്കും അങ്ങോട്ട് നിവൃത്തിയില്ല. അങ്ങനെ ഒരു ഭൂമിയുടെ പുത്രനാണ് നരകാസുരൻ. അപ്പോൾ അതൊക്കെ വിഷയമാണ്. അപ്പോൾ ഒരു വരം വാങ്ങിയിട്ടുണ്ട്. എന്താ വരം? അച്ഛൻ്റെയും അമ്മയുടെ അനുവാദത്തോടു കൂടിയിട്ട് അച്ഛൻ എന്നെ വധിക്കണം എന്നാണ്. അമ്മയുടെ അനുവാദത്തോടു കൂടിയിട്ട് അച്ഛൻ എന്നെ വധിക്കണം, എന്നാലേ എനിക്ക് മരണം പാടും. ഇങ്ങനെയാണ് വരം വാങ്ങിയത്. സാധാരണഗതിയിൽ അമ്മയുടെ അനുവാദത്തോടു കൂടിയിട്ട് അച്ഛൻ ഒരാളെ വധിക്കില്ല. ഒന്നുകിൽ അച്ഛൻ്റെ ധാർഷ്ട്യം കൊണ്ടോ അതല്ലെങ്കിൽ കയ്യൂക്ക് കൊണ്ടോ അല്ലെങ്കിൽ സ്വാർത്ഥം എന്തെങ്കിലും നേടാൻ വേണ്ടിയിട്ടോ അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു വരം കിട്ടിയപ്പോൾ ഇനി തന്നെ ആരും കൊല്ലില്ല എന്നാണ് വിചാരിച്ചത്. അപ്പോഴാണ് ഈ വിഷയങ്ങളൊക്കെ ഉണ്ടായത്. ഇത് മനസ്സിലായി. അപ്പോൾ ആ കുട്ടികളെ രക്ഷിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടെ ചെല്ലണു. സത്യഭാമയും കൂടിയിട്ടാണ് പോണത്. അപ്പോഴേക്കും ഇതിനൊരു കാരണം ഉണ്ടാക്കി. കാരണം എന്താ വെച്ചാൽ ഈ ഇന്ദ്രൻ്റെ വെൺകൊറ്റക്കുട അതേപോലെ അതിഥിയുടെ കുണ്ടലം അത് രണ്ടും നരകാസുരം കൊണ്ടുവന്നു. അപ്പോൾ ഇന്ദ്രൻ പരാതി പറഞ്ഞു ഇവിടെ വന്നിട്ട് അതൊന്ന് മേടിച്ചു തരണം. കാരണം ഈ സ്ഥാനം ഇല്ല വെച്ചാൽ ചക്രവർത്തി പദം കിട്ടില്ല. അങ്ങനെയാണ്. അതേപോലെ തന്നെ അമ്മയ്ക്കൊരു കണ്ണാഭരണം ഉണ്ടാക്കാനുള്ള കഴിവില്ല പാവം. ഇത് തന്നെ വേണം. അതാണ്. അപ്പോൾ ഏതായാലും ശരി എന്ന് പറഞ്ഞു. കൃഷ്ണ അവിടെ ചെന്നു. സത്യഭാമയും കൂടെ. അങ്ങനെ കുറേ കോട്ടകളുണ്ട്. അഗ്നിദുർഗം, ജലദുർഗം എന്നൊക്കെ പറഞ്ഞിട്ട് പഞ്ചഭൂതങ്ങളുടെ ആണ് ഈ തടസ്സങ്ങൾ. അതിൽ ആയുധങ്ങളുമുണ്ട്. ഏതായാലും അതൊക്കെ 5 അസുരന്മാരാണ്. അതേപോലെ 5 പണമുള്ളൊരു പാമ്പ് അങ്ങനെയൊക്കെ ഉണ്ട്. അതാണ് മുരൻ എന്നുള്ള അസുരൻ. അതാണ് മുരാരി എന്നുള്ള പേര് വരാനുള്ള കാരണം ഇതാണ്. മുരൻ്റെ ശത്രുവായിട്ട് മാറി എന്നാണ്. വധിച്ചുല്ലോ. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഈ സുദർശനചക്രം കൊണ്ട് കീഴ്പ്പെടുത്തേണ്ട വെച്ചാൽ അങ്ങനെ കീഴ്പ്പെടുത്തി, അതല്ല വാളുണ്ടാവേണ്ട വെച്ചാൽ അങ്ങനെ, അതൊക്കെ ആ രീതിയിൽ കീഴ്പ്പെടുത്തി എങ്ങനെയായാലും നരകാസുരനെയും ഇതേപോലെ വധിച്ചു. എന്നിട്ട് കാരാഗ്രഹത്തിലുള്ള ഈ കന്യകമാരെ തുറന്നു വിട്ടു. അപ്പോൾ അവരുടെ രാജ്യത്തേക്ക് പോയിക്കൊള്ളാൻ പറഞ്ഞു. അപ്പോൾ അവർ ഭഗവാന്റെ കാല് പിടിച്ചു. ഞങ്ങൾക്ക് അങ്ങോട്ട് ചെന്നാൽ ഇനി അച്ഛനമ്മമാർ സ്വീകരിക്കില്ല, അതേപോലെ തന്നെ ഭർത്താക്കന്മാരും ഇനി കിട്ടില്ല. അങ്ങനെ ഒരാളുടെ കീഴിൽ കന്നാൽ പിന്നെ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെ രക്ഷിക്കണം എന്ന് പറഞ്ഞു. എന്നാൽ ശരി, എല്ലാവർക്കും എൻ്റെ ഭാര്യമാരാവാൻ വന്നു, ആയിക്കോട്ടെ എന്ന് വന്നു. അവരെ ഇവിടെ കൊണ്ടുവന്നു. 9 ലക്ഷം കൊട്ടാറുണ്ട്. അപ്പോൾ 16,000 ഇവിടെ വേണ്ടു. വീട് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഭഗവാൻ 16,000 രൂപം സ്വീകരിച്ചുകൊണ്ട് ഒരേ മുഹൂർത്തത്തിൽ. അപ്പോൾ എത്ര ആചാര്യന്മാർ വേണമെന്ന് പറഞ്ഞു കൊടുക്കാൻ? അപ്പോൾ ഈ ആചാര്യന്മാരൊക്കെ 2,000. ക്രിയയ്ക്ക് എത്ര ആൾക്കാർ വേണം? അവരൊക്കെ 2,000. അപ്പോൾ എല്ലാം ഭഗവാൻ ഇതേപോലെ 16,000 ഉണ്ടാക്കി. എന്നിട്ടാണ് കല്യാണം കഴിച്ചത്. അല്ലാണ്ട് വെറുതെ കല്യാണം കഴിക്കല്ല. അപ്പോൾ അങ്ങനെ എന്തായാലും ഗംഭീരമായിട്ടാണ് കല്യാണം നടക്കും. അങ്ങനെ 16,000 പേരെയും ഭഗവാൻ രക്ഷിച്ചു. അപ്പോൾ ഈ 16,000 പേര് അപ്സര സ്ത്രീകളായിട്ടുള്ള ഇന്ദ്രൻ്റെ ഈ ദേവസ്ത്രീകൾ. അവർ നരനാരായണന്മാരുടെ തപസ് മുടക്കാൻ വേണ്ടിയിട്ട് ചെന്നപ്പോൾ നരനാരായണന്മാർ അവരുടെ ലഘുത്വവും അതേപോലെ അത്രയും കൂടുതൽ റാണിമാരെ എൻ്റെതായി ഈ തുടയിലുണ്ടെന്ന് മറ്റൊന്ന് നടിച്ചപ്പോൾ ഉർവശി തൊട്ടുള്ള 16,100 ആൾക്കാരെ ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ അവർക്ക് ലജ്ജയായി. അവർ പറഞ്ഞു, ഞങ്ങൾ ഇനി ഇന്ദ്രൻ്റെ ലോകത്തേക്ക് പോകണില്ല, അങ്ങയുടെ പത്നിമാരായിട്ട് ഇവിടെ കൂടുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ കൂടാൻ പറ്റില്ല. അങ്ങനെ കൂടിയാൽ ഈ ജന്മത്തിൽ എനിക്ക് കല്യാണമില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളങ്ങനെ കൂടിയിട്ട് കല്യാണം കടക്ക് പുറത്ത് അങ്ങനെ പറഞ്ഞു. ഇവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു പോകണില്ല പറഞ്ഞു. അങ്ങനെ ആവശ്യം വരം പറഞ്ഞു. അപ്പം എന്നാൽ ഭർത്തൃ പദവി വേണം എപ്പോഴാന്നുള്ള ആ മട്ടായി. അപ്പോൾ അടുത്ത ജന്മത്തിൽ തരാം എന്ന് പറഞ്ഞു. ഞങ്ങൾ തന്നെയാണ് ജനിക്കുക. ഞാനും അർജുനനും കൂടിയിട്ടാണ് ജനിക്കുക. അപ്പോൾ ഇതിൽ എൻ്റെ ഭാര്യമാരായിട്ട് നിങ്ങൾക്ക് പറ്റും. നരനാരായണന്മാരാണല്ലോ. അങ്ങനെ അവരാണ് ഈ സ്ത്രീകളായിട്ട് ജനിച്ചിറക്കുന്നത്. അവരാണ് കാരാഗ്രഹത്തിലെത്തിയത്. അപ്പോൾ ഒന്നിച്ച് ആ വിവാഹം ഇതേപോലെ നടത്തിക്കൊടുത്തു. അവിടെ രണ്ടാമതുണ്ടാക്കിയിട്ടുള്ള ഈ ഊരുവിൽ നിന്നുണ്ടാക്കിയത് 16,100 ഈ ഉർവശി ഒഴിച്ച് ബാക്കിയുള്ളവരെ ഭഗവാൻ പിൻവലിച്ചു. ഈ ഉർവശിയെ തിരിച്ച് ഇന്ദ്രന് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഉർവശിയായി അതിലത്തെ എന്താണ് പറയുക നേതാവ്. കാരണം ഉർവശിക്കാണ് അത്രയും സൗന്ദര്യമുള്ളത്, ബാക്കി ആർക്കും അത്ര ഇല്ല എന്നാണ്. ഏതായാലും അവരാണ് ഇങ്ങനെ വന്ന് പത്നിമാരായത്. അതിന് ശേഷം ഭഗവാന്റെ ദാമ്പത്യം എങ്ങനെയായിരുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കർഹിജൽ അധ്യായം. പൂന്താനം വായിച്ചു കൊട്ടിയൂർ വെച്ചിട്ട് എന്നൊക്കെ പറഞ്ഞ് കേട്ട കഥ കേട്ടല്ലോ. അപ്പോൾ രുക്മിണി സല്ലാപം എന്നുള്ള നിലയ്ക്ക് രാത്രി എപ്പോഴാച്ചാൽ ഏത് സമയത്ത് അവിടെ വിളിച്ചാണ്, എന്നാലും ശരി രത്നമൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കൊട്ടാരത്തിൻ്റെ ഭംഗിയൊക്കെ പറഞ്ഞു. പിന്നെ സൗകുമാര്യം, മനസ്സിൻ്റെ ശരീരത്തിൻ്റെ സ്വാസ്ഥ്യം എന്നില്ലേ പലതൊക്കെ പറഞ്ഞു വിസ്തരിച്ച്. അങ്ങനെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ ഈ രുക്മിണിയുടെ ഭാവം അറിയാൻ വേണ്ടിയിട്ടോ കുറച്ച് വിപരീതം പറഞ്ഞു. മുത്തശ്ശിയായിരുന്നു കേട്ടോ. അപ്പോഴേക്ക് രുക്മിണി മുത്തശ്ശിയായിരുന്നു. രുക്മിണി ഇപ്പോഴും പഴിച്ചിട്ടില്ല, നിനക്ക് സൗന്ദര്യമുണ്ട്, നിന്നെ കാത്തിട്ട് ഈ സുന്ദരന്മാരായിട്ടുള്ള ശിശുപാലം തൊട്ടുള്ളവർ ഇപ്പോഴും
എന്നെ കല്യാണം കഴിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഇവിടെ ഞാൻ ഒറ്റയ്ക്കാണ്, മറ്റേ സ്വത്തില്ല, മുതലില്ല, സൗന്ദര്യമില്ല, രാജ്യാവകാശമില്ല, പലതും കുറവായിട്ട് പറഞ്ഞു. അതുകൊണ്ട് ഇപ്പോൾ പോയിക്കോളൂ, എന്നാൽ സ്വീകരിക്കുമെന്ന് പറഞ്ഞു. തന്നെ ഉപേക്ഷിക്കുമോയെന്ന് രുക്മിണിക്ക് സംശയമായി. ബോധം കെട്ടു വീണ് നിലത്തെത്തിയില്ല. അതിൻ്റെ മുന്നേ 4 കൈ കൊണ്ട് പിടിച്ചു, ഒന്ന് തലോടി കാര്യങ്ങളൊക്കെ ശരിയാക്കി കൊടുത്തു. അങ്ങനെ ഉപേക്ഷിക്കില്ല എന്ന് ഉറപ്പായി. ചോദിച്ചു വേണ്ടേ, കണ്ണുകൊണ്ട് അങ്ങനെയുണ്ട്. ഏതായാലും അത് മനസ്സിലായപ്പോൾ രുക്മിണി പറഞ്ഞു, നമ്മൾ തമ്മിൽ തുല്യരല്ല. ഞാൻ അന്നേ സന്ദേശത്തിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ തുല്യരല്ല എന്നത്. എന്നിട്ട് എന്നെ വേലി വെച്ചില്ലേ, പിന്നെ ഇതിനെ ഉപേക്ഷിക്കാൻ നിൽക്കുന്നത്. അതേപോലെ ദേഹസംബന്ധിയായിട്ടുള്ള ന്യൂനതകളെ തൻ്റേതായിട്ടുള്ള കുറ്റങ്ങളായിട്ട് പറഞ്ഞു. അതാണ് ഈ കഫ എന്നൊക്കെ പറഞ്ഞത്. എന്താ പറയുക, സപ്തധാതുക്കളിൽ നിന്ന് പുറത്ത് വരുന്നത് ഒക്കെ പറഞ്ഞു. അതേപോലെ എപ്പോഴും കാമിയായിട്ടാണ് ഉണ്ടാവുക, ഇങ്ങനെ പലതും ഉണ്ടല്ലോ. ഭ്രമിച്ചും കൊണ്ടാണ് ഇരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞു. താത്വികമായിട്ട് പറഞ്ഞതൊക്കെ കേട്ടു. ഭഗവാൻ പറഞ്ഞു അതൊക്കെ ശരിയാണ്, പക്ഷേ എങ്കിലും ഞാൻ നിന്നെ ഇപ്പോൾ ഞാനും അതേപോലെ തന്നെ വന്നത്, നമ്മൾ രണ്ടുപേരും ഒരുപോലെയാണ്, പാഞ്ചഭൗതികം നീയും ഞാനും എന്നൊക്കെ പറഞ്ഞിട്ട്. ഏതായാലും വീണ്ടും പുനഃസമാഗമം. അപ്പോൾ അതോട് കൂടിയിട്ട് ആ സന്തോഷത്തെ രുക്മിണിയും തന്നെ ഉപേക്ഷിക്കില്ല എന്നുള്ള ഉറപ്പായി. ഇതുപോലെ തന്നെയായിരുന്നു ഓരോരുത്തർക്കും. അപ്പോൾ ഇവിടെ താത്വികമായിട്ടാണെങ്കിൽ മറ്റുള്ളവർക്ക് ലൗകികമായിട്ടാവും, അതല്ല വെച്ചാൽ ചില കാര്യസാധ്യമായിട്ടാവും, ഓരോരുത്തർക്കും ഓരോന്നാണ് വേണ്ടി വരിക. അതൊക്കെ ഭഗവാൻ ചെയ്തു കൊടുത്തായിരുന്നു എന്ന് അവിടെ പറഞ്ഞു. അതേപോലെ പിന്നീട് പറഞ്ഞത് ഇവർക്ക് എല്ലാവർക്കും കുട്ടികൾ 10 ആൺകുട്ടികളും 1 പെൺകുട്ടിയും കൂടി ഉണ്ടായി എന്നുള്ളതാണ്. അതിൽ 18 പേര് കേമന്മാരായിട്ടും 10 പേർക്ക് കുറച്ചധികം ഉണ്ട്. പിന്നെ പ്രദ്യുമ്നന് കൃഷ്ണൻ്റെ തുല്യത, ഇങ്ങനെയൊക്കെയാണ് സ്വതേ കൊടുത്തിറക്കുന്നത്. അപ്പോൾ ഇതിൽ രുക്മിണിക്ക് പ്രദ്യുമ്നൻ തൊട്ടുള്ളവർ, സത്യഭാമയ്ക്ക് ഭാനു തൊട്ടുള്ളവർ, ജാമ്പവതിക്ക് സാമ്പൻ തൊട്ടുള്ളവർ, സാമ്പൻ സുബ്രഹ്മണ്യനാണ്. അതേപോലെ സത്യയ്ക്ക് വീരൻ തൊട്ടുള്ളവർ, കാളിന്തിക്ക് ശ്രുതൻ തൊട്ടുള്ളവർ, ലക്ഷ്മണയ്ക്ക് പ്രഘോഷം തൊട്ടുള്ളവർ, മിത്രവിന്ദയ്ക്ക് വൃഗൻ തൊട്ടുള്ളവർ, ഭദ്രയ്ക്ക് സംഗ്രാമജിത്ത് തൊട്ടുള്ളവർ. ഇവർക്കൊക്കെ ഈ മക്കൾക്ക് പ്രാധാന്യങ്ങൾ ഓരോന്ന് പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും മറ്റേ യുദ്ധവീരന്മാരാണ് പ്രത്യേകമായിട്ട്. ഇന്ദ്രിയ ജയത്തിനും അതേപോലെ തന്നെ മനസ്സിനെ കീഴടക്കാനും എന്താണ് പറയുക, യമ നിയമാദികളുണ്ടല്ലോ, അതാണ് പുത്രന്മാരായിട്ട് വന്നതെന്നാണ് പറയുക. കൃഷ്ണൻ്റെ കഴിവിനെ പ്രകടമാക്കി കൊടുത്തു. അതാണ് ആത്മാവൈ പുത്ര എന്ന് പറയുന്നില്ല. അതൊക്കെ കൃഷ്ണൻ്റെ കഴിവിനെ ഈ പ്രകാരത്തിൽ പുറത്ത് വരുത്തി എന്നുള്ളതാണ്. 16,000 പോലെ തന്നെയാണ് ഈ കഴിവുകളും. കൃഷ്ണൻ്റെ കഴിവ് എത്രയാണെന്ന് വെച്ചാൽ കൃഷ്ണനെ മുഴുവൻ മനസ്സിലാക്കാൻ ആർക്കും സാധിക്കില്ല. ഇനി അതേപോലെ തന്നെ പ്രദ്യുമ്നൻ തൊട്ടുള്ളവരുടെ വിവാഹാദി കാര്യങ്ങളൊക്കെ പറഞ്ഞു. രുക്മിണിയുടെ ഒരു മകളെയാണ് കല്യാണം കഴിച്ചത്, രോചന. അതിലൊരു രുക്മിണിയുടെ മകൾ, രുക്മി സഹോദരൻ്റെ മകള്. മറ്റേ ഭോജകടത്തിൽ വെച്ചിട്ടാണ് കല്യാണം. ആ കല്യാണം നടക്കുന്ന സമയത്ത് കല്യാണം നടന്നു കേട്ടോ. അപ്പോഴേക്കും ഇവിടെ ചില ചീട്ടുകളി, മറ്റേ ചൂതുകളി എന്നൊക്കെ പറഞ്ഞിട്ടേ, അപ്പോൾ രാമനെ വിളിച്ച് ചൂത് കളിക്കാൻ വേണ്ടിയിട്ട് ഈ കള്ളുസഭ സംഘങ്ങളുണ്ടല്ലോ, അവരെല്ലാവരും കൂടിയിട്ട് വിളിച്ച് ചൂത് കളിച്ചു. ചൂത് കളിക്കാൻ അറിയില്ല രാമനെ. അപ്പോൾ പാണ്ഡവർ ചൂത് കളിക്കാൻ ക്ഷണിച്ചപ്പോൾ ചെന്നൂല്ലോ. അപ്പോൾ ചൂത് കളിക്കാൻ അങ്ങനെ ചെല്ലേണ്ട ആവശ്യം ഉണ്ടാകുന്നില്ല, പറഞ്ഞ രാമൻ തന്നെ അവിടെ ചൂത് കളിക്കാൻ ചെന്നത്. അതരസം. കാരണം ആഘോഷ സമയത്ത് മാത്രമല്ല, അത് പന്തയം വെച്ച് കളിച്ചു, അതും പാടില്ലാത്തതാണ്. അപ്പോൾ പന്തയം വെച്ചപ്പോൾ ആദ്യത്തേൽ മറ്റാൾ ജയിച്ചു, പിന്നെ ഒന്നും കൂടി ജയിച്ചു സംശയമുണ്ട്. ഏതായാലും പിന്നെ ജയിച്ചാലൊക്കെ, അല്ലെങ്കിൽ പിന്നെ ഓരോ കളിയിലും ജയിച്ചൊക്കെ രാമനാണ്. അപ്പോൾ ഈ കൂട്ടാളി സംഘങ്ങൾ മുഴുവൻ രാമൻ തോറ്റു എന്നും രാമന് കളി അറിയില്ല എന്നും കള്ളക്കളിയാണ് രാമൻ കളിച്ചതെന്നും ഒക്കെ പറഞ്ഞപ്പോൾ അവസാനത്തെ കളിയിൽ രാമൻ്റേത് മുഴുവൻ പണയം വെച്ചു. അപ്പോൾ ദ്വാരകയൊക്കെ പണയം വെച്ചിട്ടുണ്ടാവും. അപ്പോഴും പറഞ്ഞു ഇങ്ങനെ രാമൻ തോറ്റു എന്നേ. അപ്പോൾ രാമന് അത്യാവശ്യം ചുണ്ടിയൊക്കെ വന്നു, എടുത്തു ഒലക്കയും കലപ്പയും. ആർക്കൊക്കെയാണ് കൊടുക്കേണ്ടത് ശരി, എല്ലാവർക്കും പ്രഹരം കൊടുത്തു. രുക്മിയുടെ തലക്കനിട്ട് കൊടുത്തു. കാരണം രുക്മി തല പൊട്ടി മരിച്ചു. മറ്റേ രാമനാ കൊന്നത് അളിയനെ. കൃഷ്ണൻ്റെ ഭാര്യയുടെ സഹോദരനെ കൊന്നു. അളിയനെ കൊന്നു എന്ന് കേട്ടാൽ സാധാരണഗതിയിൽ എന്താ ചെയ്യുക, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കണ്ടേ. അപ്പോൾ രാമനെ കുറ്റപ്പെടുത്തി കഴിഞ്ഞാൽ ഏട്ടനാ. അപ്പോൾ എന്തെങ്കിലും പറയാൻ പറ്റുമോ? അത് പറ്റില്ല. അതുപോലെ രുക്മിണിക്ക് സങ്കടാവില്ലേ ഇത് അനുകൂലിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ രുക്മിണിയോട് കാമാന്ന് വേണ്ടിയില്ല, രാമനോടും കാമാന്ന് വേണ്ടിയില്ല, എതിർത്തും പറഞ്ഞില്ല, അനുകൂലവും പറഞ്ഞില്ല. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, അതുപോലെ അനിഷ്ടമുള്ള കാര്യങ്ങൾ ഇങ്ങനെ വേണം സഹിക്കാനായിട്ടെന്നാ. കൃഷ്ണന്
കൃഷ്ണനെ സഹിക്കാം, നമുക്കതുപോലെ പറ്റില്ലേ. നമുക്ക് അപ്പോഴേക്കും ഭക്ഷണം പിടിക്കും. ഒന്നുകിൽ രാമൻ്റെ ഭക്ഷണം പിടിക്കും കുറച്ച് നേരം, അത് കഴിഞ്ഞാൽ പിന്നെ രുക്മിണിയുടെ ഭക്ഷണം പിടിക്കും. ഇതാണ് നമ്മൾ ചെയ്യാറ്. നമുക്ക് ഭക്ഷണം പിടിക്കാനേ അറിയുള്ളൂ, അല്ലാണ്ട് മധ്യസ്ഥ പറയാൻ നമുക്കറിയില്ല. അതാണ് അവിടെ മൗനമാണ് മധ്യസ്ഥമായിട്ട് ചെയ്തത്. വല്ലാത്തൊരു പഠിപ്പിക്കലാണ് നമുക്ക് ആ സമയത്ത് ചെയ്തത്. പിന്നീടാണ് ഉഷാനിരുദ്ധം എന്നുള്ള ആ കഥ. ബാണൻ്റെ മകൾ, ബാണൻ സ്വതേ ഈ ബലിയുടെ മകനാണ്. ബലിയുടെ മകനായതുകൊണ്ട് പ്രഹ്ലാദൻ്റെ മകൻ വിരോചനൻ്റെ മകൻ ബലിയുടെ മകൻ ബാണൻ. അപ്പോൾ ആ പരമ്പരയാണ്, 21 തലമുറ ശുദ്ധമാണ്. അപ്പോൾ അതുകൊണ്ട് കൃഷ്ണനെ അല്ലെങ്കിൽ വിഷ്ണുവിനെ എതിർത്തും കൊണ്ടുള്ള ശിവാംശമാണ് ഈ ബാണൻ. ശിവാംശമാണ്. മറ്റേ അസുരഭാവമാണ്. ഇത് അസുരൻ തന്നെയാണ്, പക്ഷേ ശിവാംശമാണ്. അപ്പോൾ അതുകൊണ്ട് ശിവൻ്റെ ഭക്തനായിട്ടാണ് ഉണ്ടായത്. അപ്പോൾ വിഷ്ണുവിനെ അത്ര ഇഷ്ടമല്ല, കൃഷ്ണനെ ഇഷ്ടമല്ല. അപ്പം അങ്ങനെ ഈ ബാണൻ്റെ മകൾ ഉഷയാണെന്ന് വെച്ചാലോ കൃഷ്ണൻ്റെ ഭക്തനാണ്. കൃഷ്ണൻ്റെ ഭക്തൻ മാത്രമല്ല വൈഷ്ണവനാണ്. വൈഷ്ണവ രീതിയിലാണ് ഭജനമൊക്കെ. അങ്ങനെയാണ് കൃഷ്ണൻ്റെ മകനെ അറിയാതെ കണ്ട് സ്വപ്നത്തിൽ കാണുന്നതും കാമിക്കുന്നതും സ്വപ്നത്തിൽ രതി ഉൾപ്പെടെയുള്ള സകല കാര്യങ്ങളും അനുഭവിക്കുന്നതും. അതൊക്കെ വേണമെന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ തോഴിയായിട്ടുള്ള മന്ത്രിയുടെ മകള് ചിത്രലേഖ കുറേ ചിത്രങ്ങളൊക്കെ വരച്ചു കൊടുത്തു. അതൊന്നും ദേവന്മാരുടെ തൊട്ടുള്ള ഈ മനുഷ്യന്മാരുടെ അങ്ങനെ ഓരോരുത്തരുടെയും വരച്ചു കൊടുത്തു. അതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞു. അങ്ങനെ യാദവർ അത് പ്രതീക്ഷിക്കുന്നില്ല ചിത്രലേഖ. അതുകൊണ്ടാണ് യാദവരിൽ ഈ ബാണൻ്റെ മകളാണല്ലോ, ശിവാംശമല്ലേ. അപ്പോൾ അവർ ഇഷ്ടമല്ലല്ലോ, സ്വതേ വിഭക്തിയല്ലേ. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് ഉണ്ടാവില്ല എന്ന് തിരിച്ചു. അതുകൊണ്ട് അത് ഒടുക്കേ വരച്ചുള്ളൂ. അപ്പോൾ ജീവജാലം എന്നുള്ള എനിക്ക് കൃഷ്ണനോട് കാണിച്ചാൽ പ്രതിപത്തി ഉണ്ടാവാം. അപ്പോൾ കൃഷ്ണ രൂപം എന്ന് വരച്ചതാണ്. സാമ്യമുണ്ടെന്നായി. അപ്പം മകനെ പ്രദ്യുമ്നെ വരച്ചു. അപ്പോൾ അതുമല്ല, അനിരുദ്ധനെ പറഞ്ഞപ്പോൾ സാ വസാവിധി എന്നൊക്കെ പറഞ്ഞിട്ടേ ഇതന്നെ ഇപ്പം വേണം, ഇപ്പം വേണമെന്നാ. ഉറക്ക കരയുണ്ട, ആൾക്കാരൊക്കെ കേൾക്കും, കളിയാക്കും. ഏതായാലും മിണ്ടാണ്ടിരുന്നോളൂ എന്ന് പറഞ്ഞു. ഇവിടെ ചിത്രലേഖ ഈ മായാവിദ്യ മുഴുവൻ പഠിച്ചത് കൊണ്ട് രാത്രിയിൽ കൃഷ്ണൻ്റെ മൗനാനുവാദത്തോട് കൂടിയിട്ട് ചോദിച്ചിട്ട് പറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. കൃഷ്ണൻ അറിയാപ്പോൾ ഇങ്ങനെയൊക്കെ ആയാലേ ഇത് കാര്യം നടക്കുള്ളൂ, നേരെയുള്ളൂ എന്നുള്ള അറിയാം. അതുകൊണ്ട് കാരണം ലോകത്തിൻ്റെ ഈ സാത്വിക ഭാവത്തെ ഉയർത്താൻ, ചീത്ത ദുഷ്ടതകളെ കണ്ടുവച്ചാൽ ഇല്ലാണ്ടേക്കാൻ, അതൊക്കെ കൃഷ്ണൻ്റെ ഉദ്ദേശത്തിൽപ്പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിന് ഒരു കാര്യമുണ്ട്. ഇനി മാത്രമല്ല ഉഷ അനിരുദ്ധൻ്റെ മകനായിട്ടുള്ള വജ്രനാണ് ഇനി ഭരിക്കേണ്ടത്. അപ്പോൾ അതൊരു കാരണമുണ്ട്. അപ്പോൾ എന്തായാലും അത് നടന്നേ പറ്റും. അങ്ങനെ മായാവിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഈ അനിരുദ്ധനെ കട്ടിലോട് കൂടിയിട്ട് ചെറുതാക്കി ചുമരിൻ്റെ ഇടയിൽ കൂടെയുള്ള ഗ്യാപ്പിലൂടെ അത്ര ചെറുതാക്കിയിട്ടാണ് കൊണ്ടുപോയിട്ട് ഇവിടെ എത്തി വലുതാക്കി സ്വകാര്യമായിട്ട് കൊടുത്തു. അങ്ങനെ സുഖമായിട്ട് ജീവിച്ചു. 4 മാസമായിട്ട് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ജീവിക്കുന്ന ആ സമയത്ത് ഇവിടെ ബാണൻ്റെ ചില പ്രത്യേകതകൾ തുടക്കത്തിൽ പറയുന്നുണ്ട്. എന്താ വെച്ചാൽ ശിവനെ എന്നും ചെന്ന് തൊഴുതിട്ട് കാര്യങ്ങളൊക്കെ പറയും, അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ. അങ്ങനെ ഈ കയ്യുകൾ കുറേ ഉണ്ട് ശിവൻ്റെ. എന്താ കാരണം വെച്ചാൽ എന്താ പറയുക, വാദ്യഘോഷത്തോട് കൂടിയിട്ട് ശിവൻ്റെ നൃത്ത സമയത്ത് സന്തോഷിപ്പിക്കേണ്ടായിട്ടുണ്ട്. അപ്പോൾ 1000 കൈ കൊടുത്തു. ഇപ്പോൾ എന്ത് വേണമെച്ചാൽ വാദ്യങ്ങൾ ചെയ്യാൻ പറ്റും. ഈ വാദ്യങ്ങൾ ക്രമേണയായിട്ട് കുറഞ്ഞു, ഭക്തി കുറയേ. മാത്രമല്ല അത്രയും ബാണൻ്റെ അത്രയും കഴിവ് വേറെ ആർക്കും ഇല്ല, ബലിയേക്കാൾ കഴിവുണ്ടെന്നൊക്കെ പറയണം. അപ്പോൾ എന്തായാലും അതുകൊണ്ട് അത് ഇല്ലാണ്ടായി. ക്രമേണ ഈ ശത്രുഭാവത്തിൽ എല്ലാവരെയും കാണാൻ തുടങ്ങി, കീഴ്പ്പെടുത്താൻ വേണ്ടിയിട്ട് പല യുദ്ധങ്ങളും ചെയ്തു. അതിലൊക്കെ ജയനാണ്, ഈ ബാണനാണ് ജയിക്കുക. പിന്നെ ബാക്കിയുള്ളവരൊക്കെ ഓടാൻ തുടങ്ങിച്ചാൽ. അപ്പോൾ യുദ്ധത്തിന് ആരും കിട്ടുന്നില്ല. പർവ്വതങ്ങൾ, സമുദ്രം, ഇതൊക്കെ അത്യാവശ്യമൊക്കെ പ്രഹരം നടത്തിയിരുന്നു. ആനയടക്കം അടുത്ത് വരില്ല. ആനയ്ക്ക് ചെറുതാണ്. ശിവനോട് പറഞ്ഞു, എൻ്റെ കൈത്തരിപ്പ് തീരുന്നില്ല, എന്താ വേണ്ടത് ചോദിച്ചു. ശിവനൊന്നും മിണ്ടിയില്ല. അപ്പോൾ പറഞ്ഞു, എനിക്ക് അങ്ങയുമായിട്ടൊന്ന് യുദ്ധം ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴും ശിവൻ മിണ്ടിയില്ല. ഭഗവാനും ഭക്തനുമാണ്. അപ്പം അതുകൊണ്ട് ആ കാര്യത്തിൽ കുറച്ച് മിണ്ടിയില്ല. പറഞ്ഞു, എന്താ പറഞ്ഞത്, എന്നാണോ എൻ്റെ കൊടിമരം മുറിഞ്ഞ് വീഴുന്നത് വെച്ചാൽ അന്ന് നിനക്ക് കൈത്തരിപ്പ് തീരാനുള്ളത് പണി കിട്ടിക്കോളെന്ന് പറഞ്ഞു. അപ്പോൾ കൊടിമരം മുറിയണത് കാത്തു നിൽക്കുകയാണ്. ആ സമയത്താണ് ഈ ഉഷയുടെ സ്വപ്നവും അനിരുദ്ധൻ വരവും ക്രീഡയും കാര്യങ്ങളൊക്കെ. അങ്ങനെ ചോറ് കൊടുക്കുന്ന കാര്യത്തിലാണോ മറ്റെന്തെങ്കിലും കണ്ടിട്ടാണോ നിശ്ചയില്ല, അതോ ഇനി ചില സ്ത്രീകൾ ചെന്ന് ഏഷണി കൊടുത്തിട്ടാണോ നിശ്ചയില്ല. പാറാവുകാർ അറിഞ്ഞു, അല്ലാണ്ടൊന്നും അറിയാൻ നിർത്തിയില്ല. അത്ര അങ്ങനെയാണ്. ചില വിശേഷങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എന്നായി. നേരിട്ട് പറയാനൊന്നും നിർത്തിയില്ല. അപ്പോൾ പറഞ്ഞു,
ആണുങ്ങൾ വന്നു പോകുന്നുണ്ടോ സംശയമുണ്ട്. കൊട്ടാരത്തിൻ്റെ അന്തഃപുരത്തിൻ്റെ ഉള്ളിൽ മകളുടെ അടുത്തേക്ക് വേണിച്ചാൽ അമ്മയെന്ന് വിട്ടിച്ചാൽ ഒന്ന് അന്വേഷിച്ചോളൂ എന്ന് പറഞ്ഞു മറ്റേ ബാണനോട്. അന്വേഷിച്ച് നോക്കിയപ്പോളേ പുത്രി അത്ര ഇഷ്ടമാണ്. അതുകൊണ്ട് നേരിട്ട് ബാണൻ അവിടെ ചെന്നു. മറ്റേ ചാരനെ വിടല്ലാണ്, സ്വതേ ചാരനല്ലേ വേണ്ടു, ഭാര്യയെ വിട്ടാൽ മതി, ഇങ്ങനെ അല്ലാണ്ടായി. അവിടെ ചെന്നു. കണ്ടപ്പോൾ ഇവർ രണ്ടുപേരും ഇരുന്ന് കളിക്കുകയാണ്, ചൂത് കളിക്കുകയാണ്. ഈ അനിരുദ്ധൻ്റെ സൗന്ദര്യം കണ്ടപ്പോഴേ ഉഷയും അങ്ങനെ സുന്ദരിയാണ്. ഇപ്പോൾ രണ്ടുപേരും കൂടിയിട്ട് നല്ല യോജിപ്പാണ്. എൻ്റെ അനുവാദം ഇല്ലാണ്ടാണ് അകത്ത് കടന്നെന്ന് മാത്രമേ അവിടെ ദോഷമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കല്യാണം കഴിച്ചു കൊടുക്കാൻ താല്പര്യമുണ്ട്. പക്ഷേ എങ്കിലും ഇത് ശരിയല്ല എന്നെനിക്ക് യുദ്ധത്തിന് വേണ്ടിയിട്ട് സൈന്യത്തോട് കൂടിയിട്ടുള്ള യുദ്ധത്തിന് എല്ലാം ഏർപ്പാട് ചെയ്തു. അതൊക്കെ അനിരുദ്ധൻ എല്ലാവരെയും കീഴ്പ്പെടുത്തുകയും ചെയ്തു. പക്ഷേ ബാണനെ ജയിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ബാണൻ തോൽപ്പിച്ചു, തുറുങ്കലിലിട്ടു. പരാതിയായി, കരച്ചിലായി, ഉഷ ആകെ വല്ലാത്തൊരവസ്ഥയായി. അപ്പോൾ നാരദൻ ഭഗവാൻ കൃഷ്ണൻ്റെ അടുത്ത് ചെന്നു. ഇവിടെ എല്ലാവരും ഇല്ലേ ചോദിച്ചു. ഇവിടെ എല്ലാവരും ഉണ്ട്. ഇല്ലാന്നാക്കി തോന്നുന്നു. അനിരുദ്ധനെ എവിടെയാവുന്നു കാണണമെന്നുണ്ട്. അപ്പോഴാണ് അനിരുദ്ധനെ അന്വേഷിക്കുന്നത്. 4 മാസമായിട്ട് അവിടെ ഇല്ല. ഇപ്പോൾ എവിടെയാന്നായി. നാരദൻ പറഞ്ഞു ഇങ്ങനെ കാരാഗ്രഹത്തിലാണെന്ന് പറഞ്ഞു. അപ്പോഴേക്കും രാമൻ ഉണർന്നു. അത്രയ്ക്കുണ്ട്. കുട്ടികൾ 10 അവരുടെ ഭാര്യമാരെ കുട്ടികൾ അങ്ങനെ ആൾക്കാരുണ്ട്. വലിയ എല്ലാവരും ഒന്നും ഇത് പതിവില്ല. അത് ചുണ്ണാമ്പ് കുത്തലേ ചാപ്പ് കുത്തല് പതിവില്ല ഊണ് കഴിക്കാൻ. ഏതായാലും സൈന്യത്തോട് കൂടിയിട്ട് ചെന്നപ്പോൾ ഈ ബാണൻ്റെ മറ്റേ കാവൽക്കാരനായിട്ട് ശിവനും ഭൂതഗണങ്ങളും മക്കളും എല്ലാവരും ഉണ്ട് അവിടെ. ബലിക്ക് ഈ വാമനൻ നിൽക്കണ കൂട്ടത്തിലാണ്, വിഷ്ണു കാവൽ നിൽക്കണ കൂട്ടത്തിലാണ്. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് അവിടെ ചെന്നു. യുദ്ധം മറ്റേ ശിവനുമായിട്ടാണ് വേണ്ടി വന്നത്. ഏതായാലും ആ ക്രമത്തിന് അങ്ങനെയാണ്. തുല്യ എതിരാളികൾക്ക് മാത്രം തുല്യ ആയുധങ്ങൾ എടുക്കണം, അങ്ങനെയൊക്കെ ഉണ്ട്. ആ പ്രകാരത്തിലുള്ള യുദ്ധമാണ് ഉണ്ടായത്. അപ്പോൾ ഒടുക്കം ശിവനും മറ്റേ വിഷ്ണുവും കൂടിയിട്ടുള്ള യുദ്ധം വേണ്ടി വന്നു എന്നാണ്. അപ്പോൾ ശിവൻ പറഞ്ഞു, അങ്ങിപ്പോൾ ഈ ലൗകികനല്ലേ, എന്നെ തോൽപ്പിക്കലോ അല്ലെങ്കിൽ ഇതൊന്നും കൂട്ടിയാൽ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ജൃംഭണാസ്ത്രം പ്രയോഗിച്ചോളൂ, അതിന് അനുവാദം ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ കോട്ടുവായ അസ്ത്രം അടിച്ചു എന്നുള്ളതാണ്. അത് ശിവൻ കോട്ടുവായിട്ട് അവിടെ നിന്നു, സ്തംഭിപ്പിച്ചു. അപ്പോൾ ശിവൻ അവിടെ നിന്ന് എല്ലാം മറിഞ്ഞു. കാരണം ഇങ്ങനെയുള്ള അസ്ത്രം യുദ്ധം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ശിവനെ തോൽപ്പിച്ചു എന്നായി. അതേപോലെ തന്നെ മറ്റേ ബാണനെ നേരിട്ട് കൃഷ്ണനും അടുത്ത് കഴിഞ്ഞാൽ അങ്ങനെ ക്രമേണയായിട്ട് യുദ്ധം ചെയ്യേണ്ടി വന്നു. അപ്പോൾ ബാണൻ്റെ കൈകൾ ഈ 1000 കൈയുള്ളത്, അതിൽ 996 കൈയും അരിഞ്ഞു, വെറും 4 കൈയാക്കി. അപ്പോൾ 4 കൈയാക്കിയപ്പോൾ മഹാദേവൻ പറഞ്ഞു, എൻ്റെ ഭക്തനാണ്, അങ്ങയുടെയും ഭക്തനല്ലേ ചോദിച്ചു. നമ്മൾ രണ്ടും ഒന്നല്ലേ എന്ന്. എന്നാൽ ശരി ആയിക്കോട്ടെ, എന്നാൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ, 4 കൈ സാധാരണ ഇല്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് 4 കൈയായിട്ട് കിടക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അനുഗ്രഹിക്കുകയും ചെയ്തു. വേണ്ട വിധിപ്രകാരം കല്യാണം നടത്തി കൊടുത്തു. അതിലാണ് പിന്നെ വചനം ഉണ്ടായതൊക്കെ. അത് പാരിബർഹം എന്നല്ല, എന്തൊക്കെയാണ് വെച്ചാൽ അതൊക്കെ വേണ്ട വിധം. ഞാൻ 2 അധ്യായങ്ങളെ കൊണ്ട് ഇത് പറഞ്ഞതിൻ്റെ ഇടയ്ക്ക് ഈ യുദ്ധത്തിൽ ശിവജ്വരം വിഷ്ണുജ്വരം തമ്മിലുള്ള യുദ്ധം ഉണ്ടായി. അതിൽ വിഷ്ണുജ്വരം ജയിച്ചു, ശിവജ്വരം തോറ്റു. അപ്പോൾ കൃഷ്ണനെ അഭയം പ്രാപിച്ചു. എന്നിട്ടാണ് 4 ശ്ലോകങ്ങളെ കൊണ്ട് സ്തുതിച്ചത്. ആ 4 ശ്ലോകങ്ങളുടെ അർത്ഥവ്യാപ്തി കുറച്ച് അധികമുണ്ട്. അതിനുശേഷം അനുഗ്രഹിച്ചു, ശിവജ്വരത്തിനെ അനുഗ്രഹിച്ചു. എന്താ അനുഗ്രഹിച്ചത്? ഈ ശ്ലോകം ചൊല്ലിയിട്ട് ആരാണോ എന്നെ സ്തുതിക്കുന്നത് അല്ലെങ്കിൽ ഈ ഉഷാനിരുദ്ധ കഥ സ്മരിക്കുന്നത് അവർക്ക് ഒരു തരത്തിൽപ്പെട്ടതായിട്ടുള്ള ലൗകിക താപങ്ങളും ഉണ്ടാവില്ല എന്ന് അനുഗ്രഹിച്ചു. അപ്പോൾ ആ സ്തുതിയുടെയും പ്രത്യേകത അങ്ങനെയാണ്. ഏതായാലും ജ്വരം വളരെ സന്തോഷിച്ചിട്ട് അവിടെ നിന്ന് മറഞ്ഞു പോകുന്നു. അതേപോലെ തന്നെ മഹാദേവൻ തൻ്റെ ഭക്തൻ്റെ ഒരു കെട്ടുപാട് ഉണ്ടായിരുന്നു. അപ്പോൾ ആ കെട്ടുപാടിൽ നിന്ന് ഒഴിവായിപ്പോയി. അതേപോലെ തന്നെ ഈ കാണാനില്ലാതായിട്ടുള്ള അനിരുദ്ധനെ അവിടേക്ക് കൊണ്ടുപോകാൻ മറ്റേ നാരദൻ്റെ വാക്കുകൊണ്ടും ശിവനെ തോൽപ്പിച്ചതുകൊണ്ടും ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും അതും സാധിച്ചു. അങ്ങനെ സ്തുതി മഹാദേവനും ഇതേപോലെ തന്നെ ഈ ബ്രഹ്മാവസ്ഥയിലുള്ള കൃഷ്ണൻ എന്നുള്ള നിലയ്ക്ക് സ്തുതിച്ചു. അങ്ങനെയുള്ള സ്തുതിയാണ്. രണ്ടാമത്തത് അനവധി ശ്ലോകങ്ങളെ കൊണ്ടാണ്. ഇവിടെ 4 ശ്ലോകമേ ഉള്ളൂ. ജ്വര ഉവാച 25, 26, 27, 28 63-ാമത്തെ അധ്യായത്തിൽ. ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ഒരു കാര്യം ജ്ഞപ്തി മാത്രം എന്നുള്ള വാക്കാണ്. അതായത് അറിയാൻ സാധിക്കും ഭഗവാനെ, എന്നാൽ എന്താ പറയുക, അവതാരമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അതാണ് ഈശ്വരഭാവത്തെ നമുക്ക് അറിയാൻ സാധിക്കും. ഈശ്വര ശക്തി ഉണ്ട് എന്ന് എന്താണെന്നൊക്കെ മനസ്സിലാവില്ല.
അങ്ങനെയുള്ള ഈശ്വരനെയാണ് നമ്മൾ ഭജിക്കേണ്ടത് എന്നാണ് അതിൻ്റെ ഒരു അന്വയം. അവിടേക്കാണ് എല്ലാം കൂടിയിട്ട് ചെല്ലുക. എന്താ പറഞ്ഞത്? നമാമി ത്വാനന്ദശക്തിം പരേശം സർവാത്മാനം കേവലം ജ്ഞപ്തി മാത്രം വിശ്വോൽപത്തിസ്ഥാന സംരോധ ഹേതും യത്തദ് ബ്രഹ്മലിംഗം പ്രശാന്തം. ജ്ഞപ്തി മാത്രം. അതുകൊണ്ടാണ് ആ ആദ്യത്തെ വാക്ക് തന്നെ അതിൻ്റെ വിശദീകരണത്തിൽ ജ്ഞപ്തി മാത്രം എന്ന് ആദ്യമേ തന്നെ കൊടുത്തു. അപ്പോൾ ഇതിലർത്ഥം കൊടുത്തിരിക്കുന്നത് ചൈതന്യഘനമായതും എന്നാണ്. അപ്പോൾ നമ്മളതിനെ എടുക്കേണ്ടത് ഈ വാച്യാർത്ഥമല്ല, എടുക്കേണ്ടത് ഭഗവാനെ നമുക്ക് അറിയാൻ സാധിക്കും. ജ്ഞാനം ആപ്തം എന്ന് പറയില്ലേ, അതല്ലെങ്കിൽ അവിടേക്ക് എത്തുക, അത് കിട്ടുക, ഇങ്ങനെയുള്ള പലതുണ്ട്. പ്രാപിക്കുക, ഇങ്ങനെയൊക്കെ അതാണ് ജ്ഞാനത്തിലേക്ക് എത്തുക. അപ്പോൾ ഈശ്വരൻ്റെ ഈ അവസ്ഥ അത് ജ്ഞാനത്തിലേക്ക് എത്തുക മാത്രമേ ചെയ്യാൻ സാധിക്കുള്ളൂ. നമുക്ക് അനുഭവം അത്രേ സാധിക്കുള്ളൂ. അതാണ് ജ്ഞപ്തി മാത്രം. പിന്നെയോ കേവലം, അതുമാത്രം, ഈശ്വര ചൈതന്യം മാത്രം, അതേ ഉള്ളൂ ഒന്ന്, അതാണ് കേവലം. പിന്നെയോ സർവാത്മാനം, എല്ലാ ജീവജാലങ്ങളിലും ആത്മാവായിട്ട് പ്രവേശിച്ച പരേശം, എല്ലാറ്റിൻ്റെയും മുകളിലുള്ള ഈശ്വരനായിട്ട് നിയന്ത്രിക്കുന്ന ഭാവത്തിൽ പരേശം. അതേപോലെ വിശ്വ ഉൽപ്പത്തി സ്ഥാന സംരോധം, ഈ വിശ്വത്തിൻ്റെ സൃഷ്ടി സ്ഥിതി അത് ലയിപ്പിക്കൽ എന്ന മൂന്നും ചെയ്യുന്നത് ഭഗവാൻ തന്നെയാണ്. പിന്നെയോ ബ്രഹ്മലിംഗം. ഇപ്പോൾ ഇവിടെ അർത്ഥം കൊടുത്തിരിക്കുന്നത് വേദത്താൽ സൂചിപ്പിക്കപ്പെടുന്നത് എന്നാണ്. നമ്മൾ സാധാരണ ശിവലിംഗം, എന്താ കാരണം? ശിവചൈതന്യം ലിംഗരൂപത്തിലാണ്, അത്രയേ ഉള്ളൂ. എന്ന കൂട്ടത്തിൽ ഇവിടെ ബ്രഹ്മലിംഗം, ബ്രഹ്മം തന്നെ കൃഷ്ണനായിട്ട് വന്നു എന്നാണ്, പരിപൂർണതമനായിട്ടാണല്ലോ വന്നത്. അപ്പോൾ ബ്രഹ്മം തന്നെയാണ് സ്വരൂപം സ്വീകരിച്ച് വന്നത് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇതിൽ എഴുതി കൊടുത്ത വാച്യാർത്ഥത്തിൽ നമുക്കത് കിട്ടില്ല. ബ്രഹ്മലിംഗം, അപ്പോൾ കൃഷ്ണൻ തന്നെ പരിപൂർണതമനായിട്ട് വന്നതാണ്. ഇനിയോ പ്രശാന്തം, സാധാരണഗതിയിൽ എപ്പോഴും കൃഷ്ണൻ മാറി നിന്ന് ശാന്തനായിട്ടാണ്. എത്ര വലിയ ഇത് ജനിച്ചന്ന് മുതൽ ഗോപികമാരായിട്ടായാലും കൃഷ്ണ ഈ 16,000 ശാല്യയുദ്ധമായാലും ഇത് വസുദേവരെ വധിച്ചു ആ രംഗത്തായാലും കൃഷ്ണൻ ശാന്തനാണ്. അതേപോലെ തന്നെ കുരുക്ഷേത്ര യുദ്ധത്തിൽ എന്തെടുത്തിട്ടില്ല? ആയുധെടുത്തിട്ടില്ല. ഭീഷ്മരുടെ നേരെ ആയുധെടുത്തു, എന്നാലും ശാന്തനാണ്, പ്രശാന്താത്മാവ്. പിന്നെയോ യത് ബ്രഹ്മ, യാതൊന്നാണോ ബ്രഹ്മമായിട്ടിരിക്കുന്നത് അനന്തശക്തിയും, ബ്രഹ്മത്തിന് എത്ര ശക്തി എന്നുള്ളത് പറയാൻ കഴിയില്ല. അതാണ് മറ്റേ ഈ ചണ്ഡി ഇതില്ലേ, അത് ബ്രഹ്മത്തിൻ്റെയാണ് ഈ ചണ്ഡി ശബ്ദം, അല്ലാണ്ട് പ്രകൃതിയിലല്ല. അപ്പോൾ അനന്ത ശക്തിയോട് കൂടിയതായിട്ടുള്ള തത്, ആ ഭാവം തന്നെയാണ് നമ്മൾ ഓം തൽ സൽ എന്ന് പറയുമല്ലോ. ഓം തത് സത്, അതുതന്നെയാണ് ഇത്. ഏത്? സത്ത് ആണ് തത്, അതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഭഗവാൻ ത്വാം, അങ്ങയെ, നമാമി, ഞാൻ നമസ്കരിക്കുന്നു. അപ്പോൾ ബ്രഹ്മത്തെ ആദ്യം നമസ്കരിച്ചു, കൃഷ്ണനെ ബ്രഹ്മമായി കണ്ടുകൊണ്ട് ഈ ജ്വരം നമസ്കരിച്ചു. നമാമി ത്വാനന്ദശക്തിം പരേശം സർവാത്മാനം കേവലം ജ്ഞപ്തി മാത്രം വിശ്വോൽപത്തി സ്ഥാന സംരോധഹേതും യത്തദ് ബ്രഹ്മലിംഗം പ്രശാന്തം. രണ്ടാമത്തെ ശ്ലോകത്തിൽ കാലോ ദൈവം കർമ്മ ജീവസ്വഭാവോ ദ്രവ്യം ക്ഷേത്രം പ്രാണ ആത്മാവികാര തൽസംഘാതോ ബീജരോഹ പ്രവാഹസ്ത്വന്മായ ഏഷ തന്നിഷേധം പ്രപദ്യേ. ഇപ്പോൾ നമുക്ക് അറിയാം, ഈ സൃഷ്ടിക്ക് വേണ്ടത് 5 കാലം, കർമ്മം, സ്വഭാവം, ജീവൻ, ദ്രവ്യം, ഇങ്ങനെ 5 അപ്പോൾ അതിൽ എന്തൊക്കെയാലും പറഞ്ഞു? കാലം, അതാത് കാലത്ത്, ഇപ്പോൾ നമ്മളൊക്കെ അതാത് കാലത്താണ്. പിന്നെയോ ദൈവം, വിധി എന്നതാണ് ദൈവത്തിൻ്റെ അർത്ഥം. നമ്മളിപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്നത് ഒരു വിധിയാണ്. ഇപ്പോൾ 1 കൊല്ലം മുന്നേ ഈ വിധി ഇല്ല, അറിയും കൂടിയില്ല. അപ്പോൾ വിധിച്ചതേ നടക്കുള്ളൂ, അതാണ് ദൈവം. പിന്നെയോ കർമ്മ, ഇപ്പോൾ ചെയ്യുന്നതും കർമ്മമാണ്. കേൾക്കുന്നത് കർമ്മമാണ്, കേൾക്കുന്നതിൻ്റെ ഇടയ്ക്ക് വിടുന്നത് കർമ്മമാണ്, കേൾക്കുമ്പോൾ കേൾക്കാതിരിക്കുന്നത് കർമ്മമാണ്. എല്ലാം കേൾക്കുന്നുണ്ടോ? എല്ലാം കൂടി കേൾക്കാൻ വേണ്ടി പറ്റില്ല. ഇനി പറയുമ്പോൾ ഞാൻ എത്രത്തോളം മനസ്സിരുത്തിയിട്ടാണ് പറയണത്? ഞാൻ അതിൻ്റെ പൂർണ്ണാർത്ഥത്തിലാണോ പറയണത്? അല്ല, ഞാൻ കൂട്ടിയാൽ പറ്റില്ല, ആർക്കും പറ്റില്ല, പൂർണ്ണാർത്ഥത്തിൽ പറയാൻ പറ്റില്ല. അപ്പോൾ ഇതെല്ലാം കർമ്മമാണ്. പിന്നെയോ ജീവൻ എന്നുള്ളത് നേരിട്ട്, ഏത് ജീവാത്മാവ് എന്നുള്ള നിലയ്ക്ക്, ഇത് കൂടുതൽ വേണ്ട. എന്താ ചെയ്യുന്നത്? പരോക്ഷമായിട്ട് ഇതിൻ്റെ ഫലത്തെ അനുഭവിക്കുന്നയാൾ, അതാണ് ജീവൻ. ഇനിയോ സ്വഭാവ,
ഇത് എത്രയോ ജന്മങ്ങളായിട്ട് നമ്മുടെ ഈ ഭാവം അതിങ്ങനെ മാറി 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 വരും. അതിൽ ഏറ്റവും ഒടുക്കം വരുന്നതായിട്ടുള്ള ആ ഭാവം ആ ജന്മത്തിലെ ഭാവമായിട്ട് കാണും. ഇത് എല്ലാം കൂടി സംഗ്രഹിച്ചതായിട്ടുള്ള ഭാവമായിട്ടാണ് വരിക. അപ്പോൾ നമ്മൾ സത്വരജ തമോ ഗുണങ്ങൾ മൂന്നും ചേർന്നതായിട്ടുള്ള ഭാവമാണ്. അതിൽ സാത്വിക ഭാവമാണ് നമുക്ക് കൂടിയതെങ്കിൽ അത് നമ്മൾ അത്രയും പുണ്യങ്ങളാണ് ചെയ്തിട്ട് അത് സാത്വികം കിട്ടിയത്. അതല്ല തമോ ഗുണമായിട്ടാണെങ്കിൽ നമ്മൾ കുറേ പാപം ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഫലമായിട്ടാണ് ഈ തമോ ഗുണം. പക്ഷേ തമോ ഗുണം ചെയ്ത് കഴിഞ്ഞാൽ കരികാലത്തിൽ പ്രത്യേകിച്ചും എല്ലാ സുഖഭോഗങ്ങളെയും കിട്ടുന്ന ദുഃഖേച്ഛ സുഖമാനിന. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമുണ്ട്. കാരണം എത്രത്തോളം സുഖിക്കണോ അത്രത്തോളം അതിൻ്റെ വിപരീത ഫലങ്ങൾ വരും. അതും ഒരു പ്രശ്നമാണ്. അപ്പോൾ സ്വഭാവമായിട്ട് നമുക്ക് ഇത് വരുന്നത്. അതേപോലെ തന്നെ അടുത്തത് ദ്രവ്യം എന്നുള്ളത് ഈ പൃഥിവ്യം തേജോ വായു ആകാശ എന്ന 5 കൂടിയതാണ് ദ്രവ്യം. ആ 5 ദ്രവ്യത്തിൻ്റേതായിട്ടുള്ള 5 ഘടകങ്ങളാണ് ഈ ശബ്ദസ്പർശ രൂപരസ ഗന്ധങ്ങൾ. അപ്പോൾ അതിനെ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് പഞ്ചമഹാഭൂതങ്ങൾ. അതുകൊണ്ടാണ് ഇതുണ്ടാക്കിയത്. ഇതുണ്ടാക്കിയപ്പോൾ എന്താ ഉണ്ടാക്കിയത്? ഈ ത്വക് ചർമ്മ മാംസ രുധിര മേധോ മജ്ജ വസ അസ്ഥി മാധവ അല്ല എന്താ മാധവല്ല ധാതവ സപ്തധാതുക്കളെ കൊണ്ട് പിന്നെ 2-3 അഡീഷണൽ ആയിട്ട് വരും. അതെന്താ കാരണം വെച്ചാൽ ഇൻക്ലൂഡഡ് ആണ്. നമ്മൾ ഈ മറ്റേ ഹ്രീങ്കാരത്തിൽ ശ്രീങ്കാരവും സൗങ്കാരവും ഒളിപ്പിച്ച കൊടുത്തിൽ 2-3 അഡീഷണൽ ആയിട്ട് വരും. അതാണ് മേധസ്സിൽ ചിലതൊക്കെ ഒളിപ്പിച്ചത്. അങ്ങനെ ദ്രവ്യമായിട്ട് ഈ ശരീരത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ചിത്തമെന്നോ മനസ്സെന്നോ അല്ല ടോട്ടലായിട്ട് പറയണല്ലോ, ആ സാധനമാണ് ക്ഷേത്രം. ശരീരമല്ല ക്ഷേത്രം, അല്ല ജീവൻ വരെ ശരീരമല്ല ക്ഷേത്രം. ശരീരത്തിലെ ഈ ഒരു അറയുണ്ടല്ലോ, നമ്മൾ അതിസൂക്ഷ്മമായിട്ടിരിക്കുന്ന ഈ അറ എവിടെയാണെന്ന് ശരിയാ, ഇവിടെയാണെന്ന് പറയണമെന്നല്ലോ. മനസ്സ് ഇരിക്കുന്നതായിട്ടുള്ള അതാണ് സ്വദേശക്ഷേത്രം. അതിലാണ് ക്ഷേത്രജ്ഞൻ ഇരിക്കുന്നത്. അപ്പോൾ ഇത് അതിൻ്റെ പുറംഭിത്തി അടിത്തറ അങ്ങനെയൊക്കെ വേണം കണക്കാക്കാനായിട്ട്. ഇപ്പോൾ ശ്രീരാഗത്തിൻ്റെ ഉൾഭാഗം മാത്രമേ ക്ഷേത്രമുള്ളൂ. അതിൻ്റെ ഭിത്തി, അത് കഴിഞ്ഞാൽ ഗർഭഗൃഹം, അത് കഴിഞ്ഞാൽ വേറെ ഭിത്തി, അത് കഴിഞ്ഞാൽ പിന്നെ മിറ്റം, അത് കഴിഞ്ഞാൽ മറ്റേ നാലമ്പലം അല്ലേ, അതും കഴിഞ്ഞാൽ മറ്റേ മിറ്റം, അതും കഴിഞ്ഞാൽ വീണ്ടും പുറമതിൽ. ഇങ്ങനെയൊക്കെയാണല്ലോ അതിൻ്റെ ഒരു ഘടകം. എന്ന കൂട്ടത്തിൽ ഈ സാധനത്തിനും ഈ അവസ്ഥാഭേദങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ഈ ഒടുക്കത്ത് ശ്രീരാഗം എന്നുള്ള അതിൻ്റെ ഒരു അതാണ് സ്വദേശക്ഷേത്രം. അത്രയേ ഉള്ളത്. എല്ലാം കൂടിയാലാണ് ക്ഷേത്ര സമുച്ചയം ആവുക. അത്രയേ ഉള്ളൂ. അതിൽ ഈ ജീവൻ ഇരിക്കുന്നത് ആ ലിംഗം. ഇപ്പോൾ ശിവലിംഗാച്ചാൽ അത്, ബിംബാച്ചാൽ അത്, വേറെ ലിംഗാച്ചാൽ അത്, അത്രയും വ്യത്യാസമുള്ളൂ. ഇപ്പോൾ വിഷ്ണുവിൻ്റെ വെച്ചാൽ ഭഗവതിയുടെ വെച്ചാൽ കണ്ണാടി വെച്ചാൽ കണ്ണാടി മതി, അല്ല ഒരു ആയുധം വെച്ചാൽ അത് മതി, ഏതായാലും അത്. അപ്പോൾ ആ ക്ഷേത്രം ഇത് എവിടെ നിന്നാണ് ഉണ്ടായത്? പ്രകൃതിയിൽ നിന്ന് പ്രകൃത്യാംശമായിട്ട് സൂക്ഷ്മമായിട്ടുണ്ടായി. പ്രകൃത്യാംശമാണ്. അതിൻ്റെ കുറച്ച് അംശങ്ങൾ എടുത്തുകൊണ്ട് അത് സൂക്ഷ്മമായി. അതാണ് പ്രാണഹ. ഇതിനെ നിലനിർത്തണ്ടേ? ഈ നിലനിർത്താൻ വേണ്ടിയിട്ട് പ്രാണങ്ങൾ, അത് 10 പ്രാണങ്ങളുണ്ട്. ഈ 10 പ്രാണങ്ങളും കൂടിയാലേ നിരയുള്ളൂ. 5 പ്രാണങ്ങൾ മുകളിലും 5 പ്രാണങ്ങൾ താഴെ നിന്നാണ്. താഴെയല്ല, അതൊപ്പം തന്നെയാണ് ഉള്ളത്. അതാണ് ഇപ്പോൾ ഈ ആവേഗമായിട്ട് വരുന്നതൊക്കെ. ശ്വാസത്തിൻ്റെ ആ മറ്റേ ഗതിവിഗതികളിൽ പെടുന്നതായിട്ടുള്ളതാണ്. ഇപ്പോൾ ഈ ഛർദി ആയാലും ശരി, കോട്ടുവായാലും ശരി, ഇക്കട്ടായാലും ശരി, മറ്റേ ദീർഘനിശ്വാസം, ഇങ്ങനെ ഇതൊക്കെ ആവേഗങ്ങളാണ്. അതേപോലെ അതൊക്കെ അതേപോലെ ഒടുക്കത്തെ പ്രാണനാണ് ഈ ധനഞ്ജയം എന്നുള്ള പ്രാണൻ. അതിങ്ങനെ കിടക്കും പോവില്ല. മറ്റേ പിണ്ടം കഴിഞ്ഞാലേ പോകുള്ളൂ. ചിലപ്പോൾ പിണ്ടം കഴിഞ്ഞാൽ പോയില്ല, ഒരു കൊല്ലം അവിടെ കാത്തു വെക്കും. അങ്ങനെ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ചിലപ്പോൾ പോകുള്ളൂ. അങ്ങനെയൊക്കെ ഉണ്ട് പ്രാണൻ്റെ കാര്യം. അടുത്തത് ആത്മാവ്, ജീവാത്മാവ്. എങ്ങനെ? ഞാൻ ദേഹത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ദേഹത്തോട് കൂടി ചേർന്നത് എന്നൊരവസ്ഥ വന്നു. അപ്പോൾ ഞാൻ ദേഹം മാത്രമാണ് എന്ന് കണക്കാക്കി. അത് ശരി. ശ്രീ ഗുരുവായൂരപ്പ ശിവനാരായണ നാരായണ 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 നാരായണ. പക്ഷേ ഞാൻ വായനയില്ല. ഞാൻ വിളിക്കാം. ആയിക്കോട്ടെ. ഓക്കെ. അപ്പോൾ ജീവാത്മാവ്. ഇനി അടുത്തത് എന്താ? അതിൻ്റെ വികാരങ്ങൾ. പഞ്ചമഹാഭൂതങ്ങൾ, അതിനോട് ചേർത്ത് വെച്ചതായിട്ടുള്ള 11 ഇന്ദ്രിയങ്ങൾ, അതെല്ലാം കൂട്ടിച്ചേർന്നതായിട്ടുള്ള അതിൽ നിന്ന് ഓരോരോ കാര്യങ്ങളായിട്ട് പുറത്തു വരും. കണ്ണിന് കാണണം തോന്നും അല്ലേ? ഇന്ദ്രിയങ്ങളൊക്കെ നടക്കണം തോന്നി, ഇരിക്കണം തോന്നും, എല്ലാം തോന്നും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള വികാരങ്ങൾ അതെങ്ങനെ? തൽ സംഘാത, അത് കൂട്ടമായിട്ടാണ്. മനസ്സിനെ നിയന്ത്രിക്കണു. നമ്മൾ കാണലും എടുക്കലും രണ്ടും കൂടി പതിവുണ്ടേ അല്ലേ? കണ്ട വസ്തുവിനെയാണല്ലോ എടുക്കുക. അതുപോലെ കണ്ട വസ്തുവിനെ മറ്റേ എന്താണ് പറയുക, ഈ കേട്ട വസ്തുവിനെ കാണണം തോന്നും ഇല്ലേ? അങ്ങനെയൊക്കെ ഉണ്ട്. കണ്ട വസ്തുവിനെ ചിലത്
ഇപ്പോൾ മൈക്ക് ഇങ്ങനെ കണ്ടു, മൈക്ക് കണ്ടിട്ട് കാര്യമില്ല, അപ്പോൾ ശബ്ദം കേൾക്കില്ല, കേട്ടാലല്ലേ ആവുള്ളൂ. എന്ന കൊടുത്ത് ഒക്കെ പരസ്പരം ബന്ധപ്പെട്ടാണ്, സംഘാതമാണ്, കൂട്ടമായിട്ടാണ്. പിന്നെയോ ബീജരോഹ പ്രവാഹ, ഇങ്ങനെ ഒരു വിത്തിൽ നിന്ന് ഒരു മുള പൊട്ടി ആരോഹണം ചെയ്തു. അതിങ്ങനെ വീണ്ടും വീണ്ടും വിത്ത് മരം വിത്ത് മരം എന്നുള്ള കൂട്ടത്തിൽ നമ്മളും ഈ പല പല ശരീരങ്ങളിലൂടെ ഇങ്ങനെ കയറി ഇറങ്ങി വരും. അതിൻ്റെ ഒരു ഒഴുക്കാണ്, അതാണ് ബീജരോഹ പ്രവാഹ, അതിൻ്റെ ഒഴുക്കാണ്, അതാണ് സംസാരം. അങ്ങനെ ഈ ജീവജാലത്തിന് ഏതൊരു ജീവനായാലും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഏഷ, ഇപ്പോൾ ഈ ശരീരം കിട്ടിയതുണ്ടല്ലോ, ഈ പ്രകൃതിയിൽ ഈ കാലത്ത് ഇങ്ങനെയൊക്കെ ജീവിക്കുന്നുണ്ടല്ലോ, അതാണ് ഏഷ ടോട്ടൽ. നമ്മളിവിടെ ഇരിക്കണു, ഇപ്പോൾ ജസ്റ്റ് 10 ദിവസം മുന്നേ ഇവിടെ അല്ലായിരുന്നു, ഒരു മാസം മുന്നേ മറ്റൊരു സ്ഥലത്തായിരുന്നു. ഈ വ്യത്യാസങ്ങളുണ്ടല്ലോ. അപ്പോൾ ഇതെല്ലാം ഏഷ ടോട്ടലാണ്. ത്വന്മായ, ഇത് മുഴുവൻ ഭഗവാന്റെ മായ, അതുകൊണ്ടാണ് സംഭവിക്കുന്നത്. തത് നിഷേധം, ഇതിനെ നിഷേധിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഏതിനെ? ഈ സംസാരത്തിന്. ഇതിപ്പോൾ ജനനം മുതലേ എവിടുന്ന ജീവങ്ങൾ പോകുന്ന വെച്ചാൽ അനവധി ശരീരങ്ങൾ എടുത്തല്ലോ. അപ്പോൾ ഇപ്പോഴത്തെ മാത്രമല്ല, ഇതിന് മുന്നത്തെ എല്ലാം ടോട്ടലായിട്ട് നിഷേധിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അതിനു വേണ്ടി ഞാൻ അങ്ങയെ പ്രപദ്യേ, നമസ്കരിക്കുന്നു. കാലോ ദൈവം കർമ്മ ജീവസ്വഭാവോ ദ്രവ്യം ക്ഷേത്രം പ്രാണ ആത്മാവികാര തത്സംഘാതോ ബീജരോഹ പ്രവാഹ ത്വന്മായൈഷാ തന്നിഷേധം പ്രപദ്യേ. നാനാഭാവൈർലീലയൈവോപപന്നൈർദേവാൻ സാധൂൻ ലോകസേതൂൻ ബിഭർഷി ഹംസുന്മാർഗാൻ ഹിംസയാ വർത്തമാനാൻ ജന്മ ഇതത്തെ ഭാരഹാരായ ഭൂമേ. ലീലയാ ഏവ, ഭഗവാൻ ഇതൊക്കെ ഒരു കളിക്കൂപ്പുകളില്ലേ, അത്രയേ ഉള്ളൂ എന്ന കൂട്ടത്തിലാണ്, എല്ലാം കളിയായിട്ടാണ് ചെയ്യുന്നത്. ഉപപന്നൈഹി, ഇതെല്ലാം സ്വീകരിക്കുന്നത്. അതേപോലെ നാനാഭാവൈഹി, ഈ ത്രിഗുണം കൊണ്ട് പലതായിട്ട്, അവതാരമായാലും ശരി നമ്മുടേതായിട്ടുള്ള ഇതായാലും ശരി പലതും ഉണ്ട്. അതൊക്കെ എല്ലാം വിരാട്ടിൽപ്പെട്ടതായതുകൊണ്ട് എല്ലാം ഭഗവാനാണ്. അപ്പോൾ നാനാഭാവൈഹി ദേവാൻ, ഈ ദേവസമൂഹങ്ങൾ, പാലക കർമ്മങ്ങൾ ചെയ്യുമ്പോൾ 30 കോടിയുണ്ട്. അതേപോലെ ശിവൻ്റെ ഭൂതഗണങ്ങളാണെന്ന് വെച്ചാൽ 66 കോടിയുണ്ട്. കാളി കൂളി, ഇത് കൂളി ഭഗവതിയുടെ പാർഷദ അവരാണ്, അവർ 66 കോടിയുണ്ട്. അതാണ് ഇങ്ങനെ പലതുകൊണ്ട്. സാധൂൻ, അതിൽ സജ്ജനങ്ങളുണ്ട്. നമ്മളൊക്കെ സജ്ജനാണ് കേട്ടോ. ലോക സേതുൻ, ഈ സേതു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അതിർത്തി എന്നാണ്. ഈ ലോകത്തിനൊരു മര്യാദയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ആ മര്യാദയ്ക്ക് ഉള്ളിലാണ് നിൽക്കുന്നത്. പക്ഷെ നമ്മുടെ മര്യാദ ചിലപ്പോൾ തമോ ഗുണത്തിലാണ് നിൽക്കുക. അപ്പോൾ നമ്മൾ മര്യാദ ലംഘകരാണ്. അതല്ലെങ്കിൽ ഏതായാലും ഇങ്ങനെ ഒരു കെട്ടുപാട് നമുക്കുണ്ട്. കാരണം അതിനുള്ളിൽ നമുക്ക് നിൽക്കാൻ പറ്റൂ. അങ്ങനെയാണ്. ത്വം, ഭഗവാനും അതേപോലെ തന്നെയാണ്. അതുകൊണ്ട് ബിഭർഷി, ഇത് ഇങ്ങനെ ഭരിക്കുന്നു. ഇപ്പോൾ ഒരേ മനുഷ്യ ദേഹമാണ്, ഒരേ സ്ത്രീകൾ ഒരേ ആണുങ്ങൾ, എന്തെല്ലാം വ്യത്യാസങ്ങളാണ്, ഒരച്ഛൻ്റെ തന്നെ മക്കൾ, എന്തെല്ലാം വ്യത്യാസങ്ങൾ. ബിഭർഷി ഹിംസയാ, ഇനി അടുത്തെന്താ? കൊല്ലിൻ്റെയാണ്. അതേപോലെ വർത്തമാനാൻ, ഇപ്പോൾ നടക്കുന്നതായിട്ടുള്ള പ്രസന്റ് ടെൻസ് ഇല്ലേ, അതേപോലെ ഉന്മാർഗാൻ, അതേപോലെ ഈ ദുഷ്ടന്മാരെ, മാർഗം തെറ്റി നടക്കുന്നവരെ ഉന്മാർഗാൻ, അങ്ങനെയുള്ളവരെ ഹംസി, ഹനിക്കുന്നു. അങ്ങനെയുള്ള അങ്ങയുടെ ഏതത് ജന്മ, ഈ ശ്രീകൃഷ്ണനാകുന്ന ഈ ജന്മം ഭൂമേഹേ ഭാരഹാരായ, ഭൂമിയുടെ ഭാരം തീർക്കാനായിക്കൊണ്ട് തന്നെയാണ്. അപ്പോൾ എല്ലാവരെയും വധിക്കാൻ വേണ്ടി തന്നെയാണ് ഭഗവാൻ ഈ അവതാരം സ്വീകരിച്ചിരിക്കുന്നത്. ഇനി കൃഷ്ണാവതാരം അല്ല കേട്ടോ, രാമാവതാരം രാക്ഷസന്മാരെ അസുരന്മാരെയൊക്കെ നശിപ്പിക്കാനാണ്. പരശുരാമാവതാരം ക്ഷാത്ര തേജസ്സിനെ ഇല്ലാണ്ടേക്കാൻ. വാമനാവതാരം ബലി തൊട്ടുള്ളവരെ പാതാളത്തിലേക്ക് അയക്കാനാണ്. ഏത് അവതാരം എടുത്താലും ഒരുപോലെയാണ്. ജ്ഞാനം നഷ്ടപ്പെട്ടപ്പോൾ ജ്ഞാനത്തെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ ചീത്തജ്ഞാനങ്ങൾ വന്നു, ആ ചീത്തജ്ഞാനങ്ങൾ ഇല്ലാണ്ടേക്കാനാണ് മത്സ്യാവതാരം എടുത്തത്. അങ്ങനെ ഏതെടുത്താലും ഒരു പറഞ്ഞു. തപ്തോഹം തേ തേജസാ ദുസ്സഹേന ശാന്തോഗ്രേണാത്യുൽബണേന ജ്വരേണ താവത്താപോ ദേഹിനാം തേഘ്രിമൂലം നോ സേവേരൻ യാവദാശാനുബദ്ധ. തേ, അങ്ങയുടെ തേജസ്സിനെ കൊണ്ട്. എന്താ അങ്ങയുടെ തേജസ്? എന്താ? ഭഗവാന്റെ ഇച്ഛയാണ് ഈ തേജസ്. ആ ഇച്ഛയാണ് നമുക്ക് വരമായിട്ടോ അല്ലെങ്കിൽ എങ്ങനെയാ വെച്ചാൽ കിട്ടുന്നത്. നമുക്ക് ആഹാരം കഴിക്കാൻ പറ്റുന്നുണ്ട്, പക്ഷെ ആഹാരം കഴിച്ചാൽ ദഹിക്കണ്ടേ? ഇഷ്ടപ്പെട്ട ആഹാരം കിട്ടണം, അത് പ്രിയമാവണം. ഇപ്പം നമുക്ക് ഇഷ്ടമുള്ളത് മറ്റുള്ളവർക്ക് ഇഷ്ടമല്ല. പട്ട നമുക്ക് ഇഷ്ടമല്ലല്ലോ കഴിക്കാൻ, പക്ഷെ പട്ട ഇഷ്ടമാണ്. അപ്പം തേജസ, അതേപോലെ ദുസ്സഹേന, മാത്രമല്ല അത് അസഹ്യമായിട്ടുള്ള തേജസ്സാണ്. ഭഗവാനെ നമുക്ക്, സൂര്യനെ നമുക്ക് കാണാൻ പറ്റുമോ? നട്ടുച്ചയ്ക്കകത്ത് തീരെ കാണാൻ പറ്റില്ല. എന്ന കൂട്ടത്തിൽ ഭഗവാനെ നമുക്ക് കാണാൻ സാധിക്കില്ല. തേജസ്സ,
അത്യുൽബണേന അതികഠിനമായിട്ടുള്ള ഈ തേജസ്, അതേപോലെ ശാന്തോഗ്രേണ ശാന്തമായിട്ടും ഉഗ്രമായിട്ടും ഇരിക്കുന്നുണ്ട് ഭഗവാന്റെ തേജസ്. ചിലപ്പോൾ നമുക്ക് സൂര്യൻ എന്തൊരു സുഖം അല്ലേ, നല്ല മഞ്ഞും അതേപോലെ നല്ല തണുപ്പ് കാലത്താച്ചാൽ സൂര്യനൊന്ന് ഉദിച്ച് കിട്ടിയാൽ മതി എന്ന് മറ്റെന്താ കാശ്മീരിലെ അതുപോലെ വയനാട്ടിലെ ശാന്തമുഗ്രം. പിന്നെയോ ജ്വരേണ, ഇതാ ഇപ്പോൾ എന്നെ എങ്ങനെയാണ് പനി വന്നിട്ടേ, അതാണ് ജ്വരം എന്ന് പറഞ്ഞാൽ അതാണ്. അതിന് ഒരുപാട് അർത്ഥമുണ്ട്, ജ്വരത്തിന് ഒരുപാട് അർത്ഥമുണ്ട്. ഇവിടെ താപം, ആ താപം കൊണ്ട് അങ്ങയുടെ ഈ പ്രകാശമാകുന്ന ചൂടാകുന്ന ആ താപം കൊണ്ട് അഹം തപ്തഹ, ഞാൻ വളരെയധികം തപിക്കപ്പെട്ടിരിക്കുന്നു. എത്രത്തോളം തപിച്ചു എനിക്കത് അറിയില്ല, അത്ര വിഷമിക്കുന്നുണ്ട് ഞാൻ. അതുകൊണ്ട് ആശാനുബദ്ധാഹ, ഇനിയോ അങ്ങ് ഞങ്ങളെ ഇങ്ങനെ ആഗ്രഹത്തിൽ കെട്ടിയിട്ടിട്ടുണ്ട്. നമ്മളൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നതാണ്. 1 മണി കഴിഞ്ഞിട്ട് ഇത് നിർത്താഞ്ഞാലും പറ്റില്ല, ഊണ് കഴിക്കാഞ്ഞാലും പറ്റില്ല, ഊണ് കഴിച്ചാൽ ഉറങ്ങാതെയും പറ്റില്ല. അപ്പം അതിനൊക്കെ കഴിയും വേണം. അപ്പം നമ്മൾ ആഗ്രഹങ്ങളിൽ പെട്ടവരാണ്, ഭഗവാൻ കെട്ടിയിട്ടതാ. അങ്ങനെയുള്ള അങ്ങയുടെ അംഘ്രി മൂലം, പാദം തൃപ്പാദം അത് മൂലമാണ്, അതാണ് ബേസ്. അപ്പോൾ ആ പാദമൂലത്തെ ഞങ്ങൾ യാവത് എപ്പോൾ വരെയാണോ നഹ സേവേരൻ സേവിക്കാതെ കണ്ട് ഇരിക്കുന്നത്, നോ സേവേരൻ എന്നാണ്. അപ്പോൾ രണ്ടർത്ഥത്തിലാണ്. ഒരിക്കലും സേവിക്കുക ഇല്ലാത്ത ഭാവമാണ് വെച്ചാൽ കുടുങ്ങി, അല്ല സേവിക്കുന്നുണ്ട് എങ്കിലോ, ഞങ്ങൾ അങ്ങേ സേവിക്കുന്നുണ്ടെങ്കിലോ അപ്പോൾ അത് പോസിറ്റീവായിട്ട് വരും. ദേഹിനാം താവത് താപഹ, ഈ ദേഹം സ്വീകരിച്ച ജീവന് അതുവരെ മാത്രമേ താപമുള്ളൂ. ദുഃഖങ്ങളോ വിഷമങ്ങളോ മറ്റെന്തൊക്കെയുള്ള വെച്ചാൽ അപ്പോൾ അതുവരെ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇത് പറയാതെ കണ്ട് വ്യംഗ്യമായിട്ട് പറഞ്ഞു. എന്താ വ്യംഗ്യമായിട്ട് പറഞ്ഞത്? ഞങ്ങൾക്ക് അല്ലെങ്കിൽ എനിക്ക് അങ്ങയെ എപ്പോഴും തൃപ്പാദ സേവ ചെയ്യാനുള്ള ഒരു താല്പര്യം ഉണ്ടാക്കിത്തരണേ, അല്ലെങ്കിൽ ഈ താപം നിലനിൽക്കും. അപ്പോൾ ഈ താപം നിലനിൽക്കാതിരിക്കാൻ ഞങ്ങൾ അങ്ങയെ ആശ്രയിക്കുന്നു. അപ്പോൾ ഇതൊരു ഭാഗവത തത്വമാണ്. സൃഷ്ടിപ്രകരണം തൊട്ടിട്ട് ഈ ഭാഗവതം മുഴുവന് ഇതിലുണ്ട്. അങ്ങനെ ഈ 4 ശ്ലോകം ആരാണോ സ്ഥിരമായിട്ട് ചെല്ലുന്നത് അവർക്ക് പിന്നെ ഭാഗവതം വേറെ പഠിക്കണ്ട, അത്രയും കൂടുതൽ താല്പര്യം അതിനകത്തുണ്ട്. മാത്രമല്ല അവിടെ ഒരു സ്തുതി പോലെ ആയതുകൊണ്ട് ആവശ്യവും പറഞ്ഞു. അപ്പോൾ കാര്യം നടത്തി തരും. എന്താ ആവശ്യം? താപം തീരണേ എന്നാ. എന്താ താപം? താപം എന്താ? ഈ ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങൾ എനിക്ക് വേണം, വേറെ ഒന്നും വേണ്ട എനിക്ക്. ത്രിഗുണങ്ങളെ മറികടക്കണം എന്നാണ് പറഞ്ഞതെങ്കിലും നമുക്ക് ആവശ്യം എന്തേ ഉള്ളൂ? നല്ല ശബ്ദം കേൾക്കണം, നല്ല കാഴ്ച കാണണം, ശബ്ദസ്പർശം നല്ല തൊടൽ കിട്ടണം, മറ്റേ നല്ല രൂപത്തെ കാണണം, പിന്നെ നല്ല രസത്തെ കിട്ടണം, നാവിനായാലും മറ്റെല്ലാറ്റിനും. അതേപോലെ തന്നെ നല്ല ഗന്ധത്തെ കിട്ടണം. ഇത്രയേ ഉള്ളൂ. ആകെ 5 എണ്ണേ ഉള്ളൂ. ഈ 5 എണ്ണത്തിൻ്റെ കൂടിച്ചേരുകലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൂട്ടിച്ചേർത്താൽ അതെങ്ങനെയൊക്കെ വർദ്ധിക്കുന്നത് എന്നൊക്കെ, ചിലത് കൂടുതലുണ്ടാവും, ചിലത് കുറവുണ്ടാവും. ഇങ്ങനെയാണ് അത് കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ, ഈ മറ്റേ അണുക്കൾ ഇങ്ങനെ കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ രൂപം ഉണ്ടായി, മറ്റേ ആവശ്യങ്ങളെ നേരത്തേലായി, കഴിവായി, മറ്റു കാര്യങ്ങളൊക്കെ ഭാവമൊക്കെ. തപ്തോഹം തേ തേജസാ ദുസ്സഹേന ശാന്തോഗ്രേണാത്യുൽബണേന ജ്വരേണ താവത്താപോ ദേഹിനാം തേഘ്രിമൂലം നോ സേവേരൻ യാവദാശാനുബദ്ധാഹ. ഇങ്ങനെ ജ്വരം സ്തുതിച്ചു കഴിഞ്ഞപ്പോൾ ഭഗവാൻ അനുഗ്രഹിച്ചത് ആരാണോ ഈ സ്തുതി കൊണ്ട് എന്നെ സ്തുതിക്കുന്നത് അവർക്ക് എന്നും ഇത് മുഴുവൻ അനുഭവേദ്യമാവട്ടെ. എന്ത്? സുഖത്തെ പ്രദാനം ചെയ്യട്ടെ, തണുപ്പ് കിട്ടട്ടെ, ജ്വരം മാറട്ടെ. അപ്പം അതുകൊണ്ട് 2 തരത്തിൽപ്പെട്ടതായത് ജലവും, മനസ്സിൻ്റെ, ജീവൻ്റെ, ശരീരത്തിൻ്റെ എന്ന് പറയണ്ട, ഈ കർമ്മ ബാക്കി കാമ ബാക്കി അത് മുഴുവനെ ഇതുകൊണ്ട് തീരും എന്നതാണ് അതിൻ്റെ ഭാവം. അപ്പോൾ ഇങ്ങനെയുള്ള ആ ഉഷാനിരുദ്ധവും അതേപോലെ തന്നെ ബാക്കിയുള്ള ഭാഗവതത്തിലെ ഭാഗങ്ങളും നമുക്ക് ക്രമേണയായിട്ട് പാരായണം ചെയ്യാം. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കുമായിട്ട് ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഭഗവാന്റെ തൃക്കാലൊക്കെ സമർപ്പിക്കുന്നു. നമുക്ക് സുധാമാചരിതം വരെ രാവിലെ വായിക്കേണ്ടതുണ്ട്. ഭഗവാൻ അവിൽക്കിഴിയൊക്കെ കെട്ടിയുണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഭഗവാനെ സമർപ്പിക്കാം. നാരായണ നാരായണ നാരായണ.